البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. قال الله تعالى في القرآن المجيد ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قال رسول الله صلى الله عليه وسلم خيركم من طال عمره وحسن عمله وشركم من طال عمره وساء عمله. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകളും മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിന് ആലമൈ കാക്കണം യാ റബ്ബന. മടവൂരിൽ വാഴും ശൈഖിനാലമൈ കാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദരണീയരായ സയ്യിദ് അവറുകളെ, സ്റ്റേജിലുള്ള ബഹുമാന്യരായ ഉലമാക്കളെ, ചില മുതഅല്ലിമുകൾ, മാന്യ കാരണവന്മാരെ, നല്ലവരായ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ അതിമഹത്തായ അളവറ്റ അനുഗ്രഹത്താൽ ഒരു ദീനീ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഈ നാടിന്റെ വെളിപ്പാടകലെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ 25ാം ആണ്ടിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു നമ്മിൽ നിന്ന് ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഒരല്പസമയം ചെലവഴിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ
എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രഭാഷണമാണ് ഇന്ന് ഈ സദസ്സിൽ ഉദ്ദേശിക്കുന്നത്. വിഷയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. വളരെ ധാരാളം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയത്തിന്റെ ചെറിയ ചില വശങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകി ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്കു വേണ്ടി വലിയ ത്യാഗങ്ങളും വലിയ അധ്വാനങ്ങളുമെല്ലാം സഹിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അമ്പിയാക്കൾക്കു ശേഷം അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഒരു വലിയന്റെ അനുസ്മരണാർത്ഥമാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തരം സദസ്സുകളിൽ നാം സംബന്ധിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഔലിയാക്കളെ സ്മരിക്കുന്നതും അവരുടെ ഉറൂസുകൾ നടത്തുന്നതും പുതിയ തലമുറക്ക് അവരെ പരിചയപ്പെടുത്തി പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ പറ്റുന്ന അനവധി പാഠങ്ങൾ അവരുടെ ജീവചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അത് പുതിയ സമൂഹത്തിലേക്ക് പകർന്നു നൽകുക എന്നതാണ് സത്യത്തിൽ ഇത്തരം പരിപാടികളെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തന്നെ. അതും മാത്രമല്ല, ആത്മീയത വളരെയധികം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആത്മീയ വശങ്ങളെക്കുറിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ധാരാളം ആലിമുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ ഞാൻ അത്തരം ഒരു വിഷയത്തിന്റെ ആധികാരികതയോടെ സംസാരിക്കാൻ ഒരിക്കലും ഞാൻ യോഗ്യനല്ല. ഈ സദസ്സിൽ ധാരാളം മുതഅല്ലിമീങ്ങൾ എന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അംഗീകരിക്കുന്നതോടൊപ്പം കറാമത്തുകളെ അംഗീകരിക്കാൻ മനപ്രയാസമുള്ളവരുണ്ട്. സത്യത്തിൽ ആരാണ് ഒരു വലിയ ആകുന്നത്? ഒരാൾ എപ്പോഴാണ് വലിയാകുന്നത്? വളരെയധികം ഗഹനമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈ വിഷയം. കാരണം ഇന്ന് നാട്ടിൻപുറങ്ങളിലൊക്കെയും പുതിയ ഔലിയാക്കൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെയാണ്.
ഒരു വലിയ എങ്ങനെയുള്ള ആളാണ്, ഇതെല്ലാം പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നത് കാണാൻ കഴിയും, അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ. സാധ്യമാകുന്ന അത്രയും അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നവൻ, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് അൽ മുവാളിബു അലാ തുആഅതി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅ്ലിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്. വലിയ ആരാണ് എന്ന് മഹാൻ പരിചയപ്പെടുത്തുകയാണ്. ഇബാദത്തുകൾ പതിവാക്കുന്നവനാണ് വലിയ. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് വലിയ. ശാരീരിക ഇച്ഛകളെ പിടിച്ചുകെട്ടി ശരീരത്തെ കീഴൊതുക്കുന്നവനാണ് വലിയ. സത്യത്തിൽ ഒരാൾ വലിയാകണമെങ്കിൽ കഠിനാധ്വാനം വളരെ ആവശ്യമാണ്. പറയും വൈകുന്നേരം വരെ മേടി ഉണ്ടാക്കിയാൽ കിട്ടുന്നത് 500 രൂപയോ 600 രൂപയോ ആയിരിക്കും. വളരെ ചുളിവിൽ പണം ഉണ്ടാക്കാം. ഇന്നെല്ലാവരുടെയും ആവശ്യം അവിടെയാണ്. എങ്ങനെ പെട്ടെന്നൊരു പണക്കാരനാകാം എന്ന് ഈ ആശാരി ചിന്തിച്ചപ്പോൾ അയാൾക്ക് തോന്നിയത് എനിക്ക് വലിയ അയാൾ തിരക്കടില്ല എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം എവിടുന്നാണ് ഈ വലിയാകാനുള്ള പഠനം നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഏതായിരുന്നാലും പലരും ഔലിയാക്കളായി പ്രത്യക്ഷപ്പെടാറുള്ളത് തമിഴ്നാട്ടിൽ കുറച്ചു കാലം പോയി കൂടി തിരിച്ചു വരുമ്പോഴാണ്. രണ്ടു മൂന്ന് പേരിൽ മോതിരം കള്ളത്തരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അതിനു പുറമെ ഒരു മേശവിരി മേലിലൂടെ ഉണ്ടെങ്കിൽ ബഹുഖേമോയം. പിന്നെ കുറച്ച് ബന്ധമില്ലാത്ത വർത്തമാനം പറഞ്ഞാലോ ആള് ഭയങ്കര സംഭവമായി. അതങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിൽ. നിങ്ങൾ എവിടുന്നാ വരുന്നെന്ന് ചോദിച്ചാൽ സുബൈ ബാങ്ക് കൊടുത്തോന്ന് തിരിച്ചു ചോദിച്ചാൽ ഓൺലൈനിലൂടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഇരകളായി പോകുന്നത് പാവപ്പെട്ട ഈ സമുദായത്തിലെ സഹോദര സഹോദരിമാരാണ്. ഇതുപോലെയുള്ള ഉറൂസുകളിൽ ആണ്ടുപരിപാടികളിൽ മഹാത്മാക്കളെ സ്മരിക്കുമ്പോൾ നാം ശരിക്കും മനസ്സിലാക്കി വെക്കണം, നാം ഔലിയാക്കളെ നിഷേധിക്കുന്നവരല്ല. പക്ഷെ ഒരു വലിയ ആകുന്നത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. അതാണ് മഹാനായ ഇമാം തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വലിയ ആരാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞു. ഏത് സമയത്തും ഇബാദത്ത് എടുക്കുന്ന ആളാ വലിയാവും. വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ് ആധുനിക കാലത്ത് ഔലിയാക്കൾ. എന്റെ അടുത്തൊരു സാധാരണക്കാരൻ ചോദിച്ചതാ, ഔലിയാക്കൾക്ക് എപ്പോഴാ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ടൈം ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഞാൻ പറയുന്നത് ഔലിയാക്കൾ എന്നൊരു വിഷയം ഞാൻ ഇവിടെ പറയുമ്പോൾ
ഞാൻ ആമുഖമായി ഈ വിഷയം ധരിപ്പിക്കുന്നത് ഇസ്ലാമിലെ ഔലിയാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുത്തൻവാദികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഔലിയാക്കളുടെ വേഷം അണിഞ്ഞുകൊണ്ട് ധാരാളം കള്ളനാണയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് മറുഭാഗത്ത്. ഇത് രണ്ടിന്റെയും ഇടയിൽ നാം യാഥാർത്ഥ്യങ്ങൾ അറിയാതെ നട്ടം തിരിഞ്ഞുപോയാൽ ഇവിടെ വിഡ്ഢികളായി പോകുന്നത് പാവം സഹോദര സഹോദരിമാരായിരിക്കും. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതാണ് വലിയ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിസ്കരിക്കാത്തവനും വലിയ, അങ്ങനെ കുറെ ഔലിയാക്കൾ, ചിലപ്പോഴൊക്കെ ചില ചാനലുകൾ ചില ഔലിയാക്കളെ പരിചയപ്പെടുത്താറുണ്ട്. ഞാനൊരു ദിവസം ഒരു മലയാള ചാനൽ ഒരു വലിയനെങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ചാനലുകാരൻ പറയാണ് ഇയാൾ ഒരു വലിയാണ്, എന്നിട്ട് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം കുളിച്ചിട്ട് നാളുകളേറെയായി, തലമുടി വെട്ടിയിട്ടില്ല, മീശ വെട്ടിയിട്ടില്ല, നഖങ്ങൾ മുറിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പീഡിക തിണ്ണയിൽ ഇയാൾ കിടന്ന് കുറെ കാലം അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഇല്ലാത്ത കുറെ കറാമത്തുകൾ നാട്ടിലെ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കി ചുരുക്കി പറയുകയാണെങ്കിൽ ചാനലുകൾക്ക് ഇയാളൊരു വലിയായി തീരുകയാണ്. ഇവിടത്തെ തിലയോടത്തമാണ്. ഇവിടത്തെ കുട്ടികളല്ലേ ഞാൻ പറയുന്നു, പഠിക്കാൻ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ഒരു ദിക്ർ, ഒരു ത്വരീഖത്ത്, എന്തെങ്കിലും ഒരു ഔലിയായിന്റെ പ്രത്യേക എന്തെങ്കിലും ഒരു സാധനം അവനാന്റെ മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ശൈഖും അവരവരുടെ ത്വരീഖത്തും ഇൽമിന്റെ വഴിയും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമല്ലേ. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇനി വല്ലവരിൽ നിന്നും വല്ല കറാമത്തുകളും കണ്ടാലോ, അല്ല വല്ല അത്ഭുതങ്ങളും കണ്ടാലോ, ഈ അത്ഭുതങ്ങളൊക്കെയും കറാമത്തായിട്ട് തെറ്റിദ്ധരിക്കുന്നവരോടും മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ വ്യക്തമായ നിർദ്ദേശങ്ങളും. അപ്പോൾ വലിയ ആരാണെന്ന് മഹാനായ ഇമാം തഫ്താസാനി തങ്ങൾ പറയുന്നു. എന്നാൽ ഒരാള് എപ്പോഴാണ് ഇനി ഈ വിലായത്തിന്റെ അവസ്ഥയിലേക്ക് വരുന്നത്? തമിഴ്നാട്ടിൽ പോയാൽ കിട്ടുന്ന സാധനമാണോ? ഒരു മേശവിരി മേലിലൂടെ ഇങ്ങനെ സമൂഹത്തെ പിഴിഞ്ഞെടുക്കുകയാ, സാമ്പത്തിക ചൂഷണം ചെയ്യാൻ വേണ്ടി. എത്ര സഹോദരിമാരാണ് മാനം നഷ്ടപ്പെട്ടവരുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനറിയോ? വളരെ വേദനയോടെ നമ്മൾ വായിക്കണം, പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോ ഈ ആത്മീയ മേഖലയിലുള്ള തട്ടിപ്പിന്റെ ഇരകൾ പലപ്പോഴും സഹോദരിമാരായി പോകാറുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കണം. നിങ്ങൾ പത്രം വായിക്കാറുണ്ട്. ഈ അടുത്ത ഒരു കാലത്താണ് ഞാനൊരു പത്ര റിപ്പോർട്ട് വായിച്ചു ഓർക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തൊരു സ്ഥലം, 2 കുട്ടികളുള്ള ഒരു സഹോദരി, 2 കുട്ടികളുടെ ഉമ്മ. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലുണ്ടായിരുന്നു. ഞാൻ ആ കുറിപ്പ് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തു പറ്റി സമുദായത്തിലെ സഹോദരിമാർക്ക്? എന്താ സംഭവം എന്നറിയോ? ഈ സഹോദരി ഏതോ ഒരു വ്യാജ സിദ്ധന്റെ അരികിൽ ചെന്ന് ചില ചികിത്സകൾ നടത്തുക. എന്തിനാ ചികിത്സ? ഗൾഫിലുള്ള ഭർത്താവിന് സുഖകരമായ ഒരു ജീവിതം. എന്താണ് ഈ സിദ്ധം പറഞ്ഞിരിക്കുന്നത്? ഈ ഉമ്മയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, അതാണല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളത്. ഈ നിധി ഞാൻ എടുത്തു തരും, പക്ഷേ അതിന് ചില സ്വർണം കൊണ്ടുള്ളൊരു ചികിത്സയുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കി, സ്വർണം കൊണ്ട് എവിടെയെങ്കിലും ഒരു ചികിത്സ? നട്ടപ്പാതിരാക്ക് പോയിട്ട് ഇയാളാണ് ഇതിൽ കൊണ്ടുപോയി.
ഏതോ ആവട്ടെ, അങ്ങനെ ഒരു ഇല്ലാത്ത നിധിയുടെ പേരും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ സ്ത്രീയുടെ കൈവശമുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും സ്വന്തമാക്കി അതിനു പുറമെ ഈ സ്ത്രീയിലൂടെ മറ്റു ചില സഹോദരിമാരിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ തട്ടിപ്പ് നടത്തി 50ഓളം പവൻ ഈ വ്യാജൻ കൈക്കലാക്കി. ഇനി ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ, ചതിയിൽ അകപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എല്ലാം ഒരു കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. എന്നെ കേൾക്കുന്ന ഉമ്മമാരറിയണം, ആര് പഠിപ്പിച്ചു ഇങ്ങനെയുള്ള സ്വർണം ചികിത്സകൾ? ഇത്തരം തട്ടിപ്പുകൾ ഇന്നും ധാരാളമായി നടക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം വളരെ കൃത്യമായി നമ്മുടെ മതം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാത്മാക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുമ്പോഴേക്കും അത് കറാമത്തായിട്ടും അത് കാണിക്കുന്ന ഒരു മനുഷ്യൻ വലിയായിട്ടും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ആരാണ് വലിയ? ഇമാം റാസി തങ്ങൾ പറയുന്നു, അൽ വലിയു ഹുവൽ ഖരീബു ഫിൽ ലുഗ. ഭാഷയിൽ വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാമീപ്യം നേടിയവൻ എന്നാണ്. فإذا كان العبد قريبا من حضرة الله بسبب كثرة طاعته وكثرة إخلاصه وكان الرب قريبا منه برحمته وفضله وإحسانه فهناك حصلت الولاية. മാം റാസി തങ്ങൾ പറയുന്നത്, അടിമയായ സൃഷ്ടി ഉടമയായ തമ്പുരാനിലേക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അടുക്കുമ്പോൾ അല്ലാഹു അടിമയിലേക്ക് ഇങ്ങോട്ടടുക്കുകയാണ്. ഈ അടുപ്പമാണ് സഹോദരങ്ങളെ വിലായത്തെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് വലിയാകണമെങ്കിൽ അതിന് ധാരാളം അധ്വാനങ്ങളുണ്ട്, ഒരുപാട് കഠിനാധ്വാനങ്ങളുണ്ട്. ഈ ദുനിയാവിലുള്ള ഭൗതിക ജീവിതത്തിലുള്ള ആഡംബരങ്ങളോട് രാജിയാകേണ്ടതൊരു വലിയ അത്യാവശ്യമാണ്. രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഏതേത് ചരിത്രം എടുത്തു വായിച്ചാലും നമുക്കിത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അവരാണ് വലിയ, അപ്പോഴാണ് വിലായത്തുണ്ടാകുന്നത്. അതല്ലാതെ ഒന്നരാഴ്ചക്ക് തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറി രണ്ടാമത്തെ എന്ന് പറഞ്ഞ് അത്ഭുതങ്ങളുടെ പിറകിൽ മനുഷ്യൻ പോകുന്ന കാലമാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞില്ലേ, അത്ഭുതം കാണിക്കുന്നതെല്ലാം ക്രാമത്തിന്റെ ഭാഗമാണോ? എന്തു പറ്റിപ്പോയി നമ്മുടെ സമുദായത്തിന്? എന്തു പറ്റിപ്പോയി നമ്മുടെ ഉമ്മത്തിന്? മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നത്, ലൗ റഅയ്തുമുർ റജുല യംശി അലൽ മാ, വെള്ളത്തിന്റെ മുകളിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ, ഔ യതീറു ഫിൽ ഹവാ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ ഒരു മനുഷ്യൻ പറന്നു പോകുന്നത് കണ്ടാൽ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാം, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ മുകളിലൂടെയുള്ള ഒരു പാലത്തിലൂടെ നടക്കുക എന്നല്ലല്ലോ. സാധാരണ ഒരു മനുഷ്യന് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ കഴിയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, അയാൾ ആടകളൊക്കെ കിട്ടിയോ? എല്ലാരും ഇങ്ങനെ അയാളിടുന്നു, അയാളുമൊക്കെ എന്നെ വിശ്വാസമില്ലല്ലേ? ശരി, വേണ്ട, വിശ്വസിച്ചോളും എന്നും പറഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് അയാൾ ഒരൊറ്റ പറക്കല്. എവിടേക്ക് അയാൾ പറക്കണത്? കൊടുവള്ളിക്ക് അയാൾ പറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനോ എന്താ നമ്മൾ ആദ്യം ചെയ്യാ? കിട്ടണ വണ്ടിക്ക് പായും കൊടുവള്ളിയിൽ ഇയാളെ കൈയൊന്ന് പിടിച്ച് മുത്താന്, ഇയാളെ കൊണ്ട് ലേശം വെള്ളമൊന്ന് മന്ത്രിച്ചൂതാൻ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഫലാ തഗ്തറൂ ബിഹി,
ഹത്താ തൻദുറു ഹാലഹു ഇൻദൽ അംരി വന്നഹി. ഒരിക്കലും നിങ്ങൾ അയാളുടെ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കണ്ട് അയാൾ വലിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ കാണിക്കുന്നതൊക്കെ അത്ഭുതങ്ങൾ, നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ കറാമത്തുകളായി നമ്മൾ മനസ്സിലാക്കി അയാളൊരു വലിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വലിയായി തീരൂലേ നമ്മുടെ മുതുകാടൊക്കെ? എത്ര വലിയ അത്ഭുതങ്ങളാ മുതുകാടൊക്കെ കാണിക്കൽ, സ്റ്റേജിൽ ആനനെ കൊണ്ടുവരുന്നു. നമ്മൾ ആലോചിച്ചു നോക്കണം ഇല്ലേ? എല്ലാവർക്കും നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതെന്താ? നമ്മുടെ സമുദായത്തിൽ അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ തെറ്റല്ല. ഒരുപാട് ആളുകൾ ഈ പുത്തമ്പാദികളൊക്കെ ആയി പോകുന്നത് എങ്ങനെ അറിയാം നിങ്ങൾ? ഇസ്ലാം ഒരടിസ്ഥാനവുമില്ലാത്ത, ഈ മതത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത ചില അന്ധവിശ്വാസങ്ങൾ, അത് അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അവരുടെ ഭാഷയിലൊക്കെ സുന്നത്തമായത്തിന്റെ അക്കൗണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും ഈ ശകുനം നോക്കുന്ന പരിപാടിയൊക്കെ. നമ്മുടെ ഇടയിലാണ്, നമുക്കിടയിൽ നല്ല പറഞ്ഞത്, മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മൈനയെ കണ്ടാൽ നമ്മുടെ സഹോദരിമാര് പറയും ദുഃഖമാണ്. 2 മൈനയെ കണ്ടാലോ സന്തോഷമാണ്. ഇനി 3 മൈനയെ കണ്ടെന്നാലോ കട്ടകാല. ഈ മൈന എങ്ങനെ ഏതെങ്കിലും ഒരു കോലത്തിലല്ലേ വരുള്ളൂ? ഒന്നുകിൽ ഒരു മൈനയേറ്റ വരും, അല്ലെങ്കിൽ 2 എണ്ണം വന്നു വരും. ഇതിലെങ്ങനെ ഈ ഭാഗ്യവും ഭാഗ്യക്കേടും സന്തോഷവും ദുഃഖമൊക്കെ ഇതിൽ കിടക്കുന്നത്? ഇനി അത് മാത്രമല്ല, വേറൊരു ജീവിയുണ്ട് ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ, ഒരു മൂളുന്ന ജീവിയുണ്ട്. കൂമൻ എന്നാ പറയാ. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ കൂമൻ തന്നെ. ആ കൂമനെങ്ങാനും നമ്മുടെ വീട്ടുപരിസരത്തിൽ എവിടെയെങ്കിലും ഒരു മരത്തിൽ വന്നു ഒന്ന് മൂളിപ്പോയാൽ പൊരയത്തെ വല്യമ്മക്ക് പിന്നെ ഒരു ആശങ്കയാണ്. എന്താന്നറിഞ്ഞൂടാ, നമ്മുടെ പൊരയിൽ എന്തോ ഒരു മുസീബത്ത് വരണം. എന്തമ്മ? ഒന്നുമില്ല. എന്നാലും നിങ്ങൾ പറയാ 2 ദിവസമായിട്ട് ആ കൂമൻ ഇവിടുന്ന് പോണില്ല. മമ്മ പറയാ 2 ദിവസം. ഈ കൂമെന്ന് പറഞ്ഞ സാധനം ഒരു മൂളുന്ന ജീവിയാണ്. പിന്നെ അതിങ്ങനെ മൂളാതെ മരണം വരെ അതിങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കണം എന്നാ ഇമ്മ പറയുന്നത്. അപ്പൊ എന്താ നമ്മുടെ ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ഇടയിലുണ്ട് ചില സ്ത്രീകളിൽ വിശ്വാസം. എന്നിട്ട് എന്ത് പറയും? ആരോ നമ്മുടെ കുടുംബത്തിൽ മരിക്കാനായി. അപ്പൊ അല്ലാഹു തആല അസ്റായീലിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു വിടൽ ആരെയെങ്കിലും ഈ കൂമനെ. അസ്റായീൽ പറയും ഇതൊന്ന് ആദ്യം പോയി നോക്കും, ഇതൊന്ന് 2 മൂളുമ്പോ തന്നെ ഞാൻ അവിടെ വന്നോളാം. ഇതൊക്കെ ഞാൻ പറയുന്നതിനറിയും, നമ്മുടെ സമുദായത്തിൽ ഈ അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസങ്ങളുടെയും ഇത്തരം കാര്യങ്ങളുടെ പിറകിൽ നമ്മൾ പോകാൻ പാടില്ല. ഖൈർ ശർ അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കേണ്ട മുസ്ലിമീങ്ങൾ ഇന്ന് പലതിന്റെ പേരിലുമാണ് ഷർറും ഖൈറും ഒക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഹിലിയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവര് മാടപ്രാവുകളെ പറത്തും, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാവുകളെ പറത്തും. വലത്തോട്ടാണ് പ്രാവ് പറന്നു പോയതെങ്കിൽ അവര് ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഖൈർ കാണും. ഇടത്തോട്ടാണ് പ്രാവ് പോയതെങ്കിലോ അത് വേണ്ട, എന്തോ ഒരു ഷർറുണ്ട്, ഒരു വണ്ടിയും വലിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ശകുനം നോക്കുന്ന പരിപാടി സത്യത്തിൽ പല അർത്ഥങ്ങളിലായി നമ്മുടെ നാടുകളിലുണ്ട്. സഹോദരിമാരുണ്ടല്ലോ, സ്ത്രീകളുടെ ഇടയിൽ കൂടി വരികയാണ്, പല ആചാരങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചോട്ടെ, പ്രായപൂർത്തി ഒരു കുട്ടിക്ക് എത്തിക്കഴിഞ്ഞാൽ, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ചില ആചാരങ്ങളൊക്കെ നമ്മളെ താത്താര് പടച്ചുണ്ടാക്കി. അതിപ്പോ കൂടി വരികയാണ്. ഞാൻ പാലക്കാട് ഭാഗത്ത് ഒരു പ്രസംഗത്തിന് പോയപ്പോൾ അവിടുന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞു, ഇവിടെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു ആചാരം തന്നെയുണ്ട്. എന്താ ആചാരം? ആ പ്രായം ചെന്ന പെണ്ണിന് കുടുംബത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ പാടെ കൂടിയിട്ട് സ്വർണ്ണം ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു നല്ല കാര്യം, വാങ്ങിച്ചാൽ സ്വർണം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അത് മാത്രല്ലല്ലത്, പിന്നെന്താ പരിപാടി? കുടുംബത്തിലെ പെണ്ണുങ്ങളെ വകയായിട്ട് പാല് കലക്കിയ വെള്ളം കുടത്തിലാക്കിയിട്ട് ഈ പെണ്ണിന്റെ തലയിൽ കൂടി. ഒരു കുടുംബത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ പാടെ കൂടി ഈ പാല് കലക്കിയ വെള്ളം കുടത്തിൽ കൊണ്ടുവന്നിട്ട് ഈ പെണ്ണിന്റെ തലയിൽ കൊഴിച്ചാൽ ശ്വാസം മുട്ടി ചാകൂല ഈ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനത്തെ വല്ല ആചാരം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടുന്ന് കിട്ടി നമ്മുടെ സമുദായത്തിലെ സഹോദരിമാർക്ക് ഇത്തരം അനാചാരങ്ങൾ? ഇങ്ങനെ പലതുമുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല. കോഴിക്കോട് ഭാഗത്ത് തന്നെ ഞാനൊരു പ്രദേശത്ത് ചാലിയം ഭാഗത്ത് പ്രസംഗിക്കും. എനിക്ക് അവിടുന്ന് അറിയാൻ സാധിച്ചത്, പ്രായം ചെന്ന ഈ പെൺകുട്ടിയുണ്ടല്ലോ, പ്രായപൂർത്തിയായ പെൺകുട്ടിയെ കൊണ്ട് വീട് ചുറ്റിക്കുകയാണ്. കണ്ടങ്ങള്
ഹൈന്ദവസ് നമുക്ക് ഈ വീട് ചുറ്റലുള്ളത്. അപ്പൊ കണ്ടോ, ഇങ്ങനെ പല രീതികളിലുള്ള അനാചാരം. ഇത് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വന്നാൽ പലതിലും നമുക്ക് അന്ധവിശ്വാസങ്ങൾ വേറെയുമുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു പോവുകയല്ല, ഞാനത് കൂടുതൽ സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. ചില വീടുകളിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് സ്റ്റെപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും ലാഭം, നഷ്ടം, ലാഭം. ഏത്? ഈ സ്റ്റെപ്പുമ്മേ. നഷ്ടവും ലാഭവും ഒക്കെ ഈ സ്റ്റെപ്പുമ്മേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. ഇനി അത് മാത്രമല്ല, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകേണ്ട കാര്യമില്ല. ഇതെന്തിനു പറയുന്നത്? നമ്മുടെ സമുദായത്തിൽ ഇതിൽ കുറച്ച് വിശ്വാസമൊക്കെ കൂടിപ്പോയിക്കാം. എന്നിട്ട് എന്താ പരിപാടി? ഒരു ദിവസം ഇങ്ങനെ പുരണ്ടാക്കുക, എന്നിട്ട് അതിന്റെ ഡിസൈൻ ഒന്ന് മാറ്റുക. അടുക്കള കൊലായി ആക്കണം, കൊലായി ബാത്റൂം ആക്കണം, ബാത്റൂം ബെഡ്റൂം ആക്കണം, ബെഡ്റൂം കാർപോച്ച് ആക്കണം, ഇങ്ങനെ കാർപോച്ച് ടോയ്ലറ്റ് ആക്കണം. വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഈ വിഷയത്തിൽ അറിവുള്ള മഹാത്മാക്കൾ എന്തെങ്കിലും നിർദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ചല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പക്ഷെ ഇതൊരു തൊഴിലാക്കിയിരുന്ന് ആരെങ്കിലും ചെന്നിട്ട് പറയുന്നത് എന്താണെന്നറിയില്ല, ഒരു അസ്വസ്ഥത പോരയിൽ. നിങ്ങൾ ഇരിക്കുകയും നിങ്ങളെ ബെഡ്റൂം എവിടെയുള്ളത്? അത് അവിടെ സ്ഥാനം ശരിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബെഡ്റൂം ബാത്റൂം ആക്കണം. കഷ്ടപ്പെട്ട് നാട്ടിലെ കൂലിപ്പണിയെടുത്ത് ജീവിക്കണ ഈ പാവം സാധു പിന്നെ ചെയ്യുന്ന പണി എന്താ? നിങ്ങൾ JCB കൊടുന്ന് തറടക്കം വാങ്ങുക. ഒരു പോരണ്ടാക്കാൻ എത്ര പാടുണ്ടാവും. മൂപ്പർക്ക് ചെലവൊന്നുമില്ലല്ലോ. ബാത്റൂം ബെഡ്റൂം ആക്കാനും ബെഡ്റൂം പിന്നെ കൊലായി ആക്കാനും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നു, ഗൾഫിലുള്ള ഭർത്താവിന്റെ ജോലിയിൽ പ്രയാസം തേടിയിട്ട് പൊന്നാര ഉമ്മ വല്ലിടത്തും ചെന്നാൽ അങ്ങനെ പറയുമ്പോഴേക്ക് നിങ്ങൾ പെട്ടെന്നങ്ങ് വീണുപോകല്ല. എന്തേ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം? പഴയ കാലത്ത് നിങ്ങൾ ആലോചിക്കണം. പഴയ കാലത്ത് 8-10 മക്കളുള്ള ഒരു കുടുംബം, വളരെ ഒരു ചെറിയ കുടില്, ആഡംബര സൗകര്യങ്ങളില്ല. പക്ഷേ ഉമ്മവർക്കുണ്ടായിരുന്നു അത് മനസ്സമാധാനമാ. അതവർക്ക് വലിയ റാഹത്തുള്ള ജീവിതമായിരുന്നു. എന്തേ അതിന്റെ കാരണം? പ്രിയപ്പെട്ട പൊന്നാര വീട്ടിലുള്ള വല്യമ്മയുണ്ടല്ലോ, ആ വല്യമ്മ നിസ്കാരപ്പായിലേക്ക് മഗ്‌രിബിന് വേണ്ടി എന്ന് നിന്നു കഴിഞ്ഞാൽ, മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ മഗ്‌രിബിന്റെ ആ ഫർളായ നിസ്കാരവും അതിന്റെ സുന്നത്തുകളും ഒക്കെ നിർവഹിച്ച് വല്യമ്മ കുപ്പായം ഊരിവെക്കുകയല്ല ചെയ്യുന്നത്. ബാങ്ക് കൊടുക്കുന്നത് വരെ നിസ്കാരപ്പായി ഇരുന്നിട്ട് ആ ഉമ്മ ദിക്ർ ചൊല്ലുകയാ, ആ ഉമ്മ സ്വലാത്ത് ചൊല്ലുകയാ, ആ ഉമ്മ മഹാത്മാക്കളുടെ പേരിലുള്ള പ്രത്യേകം തവസ്സുൽ ബൈത്തുകളോ അറിയാവുന്ന സ്വലാത്തുകളോ ആയിരുന്നു. വീടുകളിൽ ആത്മീയതമെന്നായിട്ട് പെയ്തിറങ്ങിയ നാളുകൾ അതായിരുന്നു പഴയ കാലം. എന്നാൽ ഇപ്പോഴോ? ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എന്താ? ഇശാഖ് മഗ്‌രിബിന്റെ ഇടയിൽ വരെ വീട്ടിന്റെ ഉള്ളിൽ ഓടുന്നത് ഏതാ? സീരിയലാ അല്ലേ? ഹോം തിയേറ്ററുകളാ നമ്മുടെ വീട്. അപ്പൊ അവിടുന്ന് അതൊക്കെ പോയി ഓത്തില്ല, ദിക്റില്ല, സ്വലാത്തില്ല, ഒന്നുമില്ല. പിന്നെ കുട്ടികൾ ഞെട്ടിച്ചാടുകയുള്ളൂ. എന്നിട്ട് ഇതിന് പോയൊക്കെ നമ്മൾ എവിടെങ്കിലും, അപ്പോഴാണ് അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശം, ആ സ്റ്റെപ്പിന് ഒരു എണ്ണ അധികമാണ്, അതൊന്ന് കുറച്ചാടി. ഖുർആൻ ഓതാനും ദിക്റല്ലാനും സ്വലാത്തൊല്ലിയിട്ടുള്ള എല്ലാ പ്രശ്നവും തീരും. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. വേറെ സ്ഥലത്ത് കണ്ടെന്താ? എല്ലാ പണിയും കഴിഞ്ഞിക്കണം, വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിങ്ങനെ പെയിന്റ് അടക്കം ചെയ്തിക്കണം. അപ്പൊ സുബ്ഹാനല്ലാഹ്, അതിന് ശേഷമുണ്ട് ഓരോ ഓട്ട, 1, 2 അല്ല, 3, 4, 5 അല്ല, ഇഷ്ടം പോലെ തൊര ഓട്ടോ തന്നെ ഓട്ട. ഞാൻ ചോദിച്ചു, ഇത് എന്താ കഥ? പ്ലംബിങ്ങിന്റെ വല്ല വർക്കിനേറ്റാണോ? അപ്പൊ പറഞ്ഞു, അല്ല, അത് മറ്റാക്ക് പോകാനാ. ആർക്ക്? നമ്മളെ എതിരില്ലേ? ആ എതിരിന് പോകാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പടച്ചതാണോ ഈ സാധനത്തെ? നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഖൈറ് സല്ലല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കേണ്ട മുസ്ലിമീങ്ങൾ എവിടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? താണിപ്പയ്യൂരും ചിന്നസ്വാമിയും അവതരിപ്പിച്ചിരിക്കുന്ന ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു പ്രത്യേകമായ രൂപത്തിലാത്രേ വീട്ടിൽ കിടക്കുന്നത്. താണിപ്പയ്യൂരിന്റെ പുസ്തകത്തിൽ പറയുന്നത് അതാണ്. അയാൾ പറയുന്നുണ്ട്, അയാളെ കണ്ണിലും മൂക്കിലൊക്കെ ആയിരക്കണക്കിന് ദേവീ ദേവന്മാരുണ്ടാവും. എന്നിട്ട് ഇയാൾക്ക് ഇങ്ങനെ ശ്വാസം വിട, ഇയാൾക്ക് ശ്വാസം ഈ ഓട്ടിക്കൂർ തന്നെ വിടണം. ഞാനിപ്പോൾ ആ വിഷയം പറയുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതിന്റെ പിന്നിൽ നമ്മുടെ സമുദായം അന്ധവിശ്വാസങ്ങളെ പിറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല, ഉമ്മമാര് മനസ്സിലാക്കുക. പിന്നെ എന്തു വേണം? വീട്ടിൽ സമാധാനം വേണോ, റാഹത്ത് വേണോ, ഐശ്വര്യം വേണോ? അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, അതിന് ബാത്റൂം കൊലായാക്കിയിട്ടും കൊലായി അടുക്കളാക്കിയിട്ടൊന്നും കാര്യമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വീട്ടിൽ ഖുർആനോദണം, വീട്ടിൽ ദിക്ർ ചെല്ലണം, വീട്ടിൽ സ്വലാത്തുകൾ ചെല്ലണം. ഞാൻ ഇവിടെ വന്ന ഉമ്മമാരോട് പറയുന്നു, അതാ നമ്മൾ പതിവാക്കേണ്ടത്. എന്നാ പൊരയിൽ നല്ല റാഹത്തുണ്ടാകും. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇതിന്റെ ഞാനിത് പറയുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിൽ തന്നെ പല ചിന്തകൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്ത്? അങ്ങനെയാണെങ്കിൽ പലരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഞാൻ അതാ പറഞ്ഞത്, അറിവുള്ള ആളുകൾ പറയുന്നതിൽ പൊരുളുണ്ടാകും. ഇപ്പോൾ ഇമാം അബൂ ദാവൂദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഒരാൾ നബിയുടെ അരികിൽ വന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ കുന്നാ ഫീ ദാരിൻ കസീറുൻ ഫീഹാ അദദുനാ വകസീറുൻ ഫീഹാ അംവാലുനാ, ഞങ്ങൾ ഇന്നാലിന്ന വീട്ടിൽ താമസിക്കുമ്പോ ഞങ്ങളെ മക്കളിൽ വലിയ ഐശ്വര്യമാ, ഞങ്ങളെ മക്കളിൽ വലിയ ബർക്കത്താ, ഞങ്ങളെ സമ്പത്തിൽ വലിയ ബർക്കത്താണ്. ഫതഹവൽനാ ഇലാ ദാരിൻ ഉഖ്റാ, ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോ ഫഖല്ല ഫീഹാ അദദുനാ വഖല്ലതു ഫീഹാ അംവാലുനാ, ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് കുറഞ്ഞുപോയി നബിയേ, ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് കുറഞ്ഞുപോയി യാ റസൂലല്ലാഹ് എന്ന് നബിയുടെ അരികിൽ വന്ന് പരാതി പറയാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ദറൂഹാ ദമീമ, ആ വീട് അവിടെ ഒഴിവാക്കി കളയാം. അപ്പൊ എല്ലാ സ്ഥലവും എല്ലാവർക്കും താമസിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് മഹാത്മാക്കളായ പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞവരുണ്ട്, വേറെ നിലക്ക് പറഞ്ഞവരുണ്ട്. അതെന്താ? ഏതായിരുന്നാലും ഇപ്പൊ ഇയാളെ മനസ്സിൽ എന്തു വന്നു, ആ പൊരയിൽ എന്തോന്നുണ്ട് എന്ന്. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ ആ പൊരണ്ട് ഒഴിവാക്കി കളയാം. അതാണ് റസൂൽ അപ്പറഞ്ഞതിന്റെ താല്പര്യം എന്നുപോലും പറഞ്ഞ ആളുകളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തോന്നലുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരിമാരാലോചിക്കണം, ഇന്ന് പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സദസ്സിൽ വരുമ്പോ ഉമ്മമാര് നേർച്ചകൾ കൊടുക്കും, നല്ല സംഭാവനകൾ കൊടുക്കും, മക്കൾ സ്വാലിഹീങ്ങളാകാൻ, വീട്ടിലെ വിഷമം മാറാൻ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു, ഉദ്ദേശങ്ങൾ പറഞ്ഞു നമ്മൾ ദുആ കൊണ്ടേൽപ്പിക്കും. എല്ലാം നല്ലത് തന്നെയാ. പ്രിയപ്പെട്ട ഉമ്മമാർ, വീട് ഇസ്ലാമിന്റെ അന്തരീക്ഷത്തിലാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇന്നെല്ലാം ജാടകളായി പോയി, ആത്മീയതയുടെ സകലമാന കടമ്പകളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വന്നാൽ എന്താണ് അവിടുത്തെ അവസ്ഥ? അത് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇങ്ങനത്തെ കേന്ദ്രങ്ങളിലേക്ക് ഓടാൻ നിൽക്കട്ടെ, നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ പൊരന്റെ ഉള്ളിൽ ഇന്നത്തെ അവസ്ഥ എന്താ? ദിക്റുണ്ടോ? സ്വലാത്തുണ്ടോ? കുട്ടികളൊക്കെ ഞെട്ടിച്ചാടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇതൊക്കെയാണ് പരാതികൾ. ഏറ്റവും കൂടുതൽ എനിക്ക് ഉറപ്പുണ്ടാവും ഇവിടത്തെ ലിസ്റ്റിലും വരുന്നറിയോ, മക്കൾ നന്നാകാൻ വേണ്ടി അനുസരണല്ലാത്ത കുട്ടികളായി മാറുകയാണ്. അതുകൊണ്ട് കുട്ടികൾ നന്നാകാൻ വേണ്ടി ദോരക്കണം. ഇതാണ് ഇപ്പൊ അധിക സ്വലാത്ത് സദസ്സുക്കും വാപ്പാർക്കും ഉമ്മാർക്കും എഴുതി കൊടുക്കാനുള്ള അപേക്ഷ, കുട്ടികൾ നന്നാകാൻ വേണ്ടി ദോരക്കണം. ഞാൻ ചോദിക്കട്ടെ, അത് നല്ലത് തന്നെ, മക്കൾ നന്നാകാൻ വേണ്ടി ഉമ്മമാര് ദോരക്കണം, ബാപ്പാര് ദോരക്കണം, ദോരപ്പിക്കൊക്കെ വേണം. പക്ഷെ ഒരു കാര്യം കളിക്കുക, ഈ കുട്ടികൾ നന്നാകാൻ പറ്റുന്ന ഒരു കോലത്തിലാണോ സത്യത്തിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യമുള്ളത്? ഇതുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നത്? ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ചൊക്കെ, പഴയ കാലത്ത് ഗർഭിണിയായ ഒരു സഹോദരി, ആ സഹോദരിയോട് വല്യമ്മ പറയും, മോളെ ഗർഭകാലത്ത് ജി ഫിത്തിനിയും പ്രസാദും പറഞ്ഞിരിക്കാൻ നിൽക്കണ്ട, ഇന്ന് ഓതിക്കൂടി, യാസീൻ ഓതിക്കോളെന്ന് പറയും, കിട്ടാവുന്ന ദിക്റ് സ്വലാത്തൊക്കെ ചൊല്ലിക്കോളി എന്ന് പറയും. ആ ഉമ്മാമ അത് പറയാനുള്ള കാരണം എന്താ? ആ ഉമ്മാമക്കൊരറിവുണ്ട്. എന്താണ് ആ അറിവ്? ഗർഭസ്ഥ ശിശു 3 മാസം പിന്നിടുമ്പോ പ്രിയപ്പെട്ട ഉമ്മാമ ശാസ്ത്രം പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ടല്ല, പതിരാ സമയത്തുള്ള ഉസ്താദുമാരുടെ വയത് കേട്ടതായിരിക്കും. ഏതോ ആവട്ടെ ഉമ്മാമ പറഞ്ഞു കൊടുത്തിരുന്നു പേരക്കുട്ടി
കുട്ടികളോടും മക്കളോടും പറഞ്ഞു കൊടുത്തിരുന്നു, ഗർഭസ്ഥ ശിശു 3 മാസം പിന്നിടുമ്പോ ആ ഗർഭസ്ഥ ശിശു പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയുമെന്നാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, ഒരിക്കലും ഗർഭകാലത്ത് ഫിത്നയിൽ അകപ്പെടരുത്, ഫസാദുമായി പോകരുത്, ഈബത്ത് പറഞ്ഞിരിക്കരുത്, നമീമത്ത് പറഞ്ഞിരിക്കരുത്. പഴയ കാലത്ത് നോക്കൂ നിങ്ങൾ, വീടുകളിലല്ലേ പ്രസവങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് ആശുപത്രികളിലേക്ക് പ്രസവങ്ങൾ പറിച്ചു നടപ്പെട്ടു. നഷ്ടപ്പെട്ടത് ഒരുപാട് സംസ്കാരങ്ങളാ, ഒരുപാട് മൂല്യങ്ങളാ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കട്ടെ. അവിടെ നോക്കൂ നിങ്ങൾ, പഴയകാലത്തെ പ്രസവത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് ഒരു വീട്ടിൽ ഒരു ഗർഭിണിയുണ്ടെങ്കിൽ ഗർഭമാസങ്ങൾ പിന്നിടുമ്പോൾ വർദ്ധിക്കുമ്പോഴും അതാ ആ സഹോദരിയുടെ ചുറ്റുപാടത്തിരുന്നു നല്ല സഹോദരിമാര് ഒരുമിച്ച് കൂടിയിട്ട് നഫീസത്തുമാല ചൊല്ലുകയാ. ബിസ്മിയും ഹംദും സ്വലാത്തും മൽസലാമും പിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഇന്ന് ആർക്കാ നഫീസത്തുമാലൊക്കെ പരിചയം? നഫീസത്തുമാല പരിചയമുള്ള സഹോദരിമാരുണ്ടോ? മുഹിയത്തിമാല പരിചയമുള്ള സഹോദരിമാരുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. പഴയകാലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെക്കൻ അന്വേഷിച്ചിരുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ആ പെൺകുട്ടിക്ക് മുഹിയത്തിമാല കാണാപ്പാടം കിട്ടിയിരുന്നോ എന്ന് അന്വേഷിക്കുന്നത്. ഇന്നിപ്പോ അങ്ങനെ നല്ല അന്വേഷിക്കുക. ഇന്ന് പെണ്ണിട്ടം നടക്കുന്ന ചെക്കൻ ആദ്യം അന്വേഷിക്കൽ എന്തറിയോ? ആ പെണ്ണിന്റെ പൊരന്റെ പരിസരത്തുള്ള ഭൂമിക്ക് എത്ര വില ഉണ്ട് എന്നാണ് ആദ്യം നോക്കുക. അവിടെ ഭൂമിന്റെ ഒക്കെ റേറ്റ് എത്രയാണ്, അതിനനുസരിച്ച് പെണ്ണിന് ഗോളുണ്ടാകല് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാനിപ്പോ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കണ്ടു പോകുന്നില്ല. ഈ മക്കൾ നന്നാകണം എന്ന് പറഞ്ഞത് ഒരക്കിന് മുമ്പ് ആലോചിക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കല്യാണം കഴിക്കുന്ന കാലത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതെന്താ കാര്യം? കല്യാണം കഴിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ലക്ഷ്യം തെറ്റിപ്പോയി. ഒരു കല്യാണം കഴിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് 4 കാര്യങ്ങൾക്ക് വേണ്ടി പെണ്ണ് കെട്ടാമെങ്കിലും അവിടെ പരിഗണിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെ ആയിരിക്കണം പരിഗണിക്കേണ്ടത്. എന്നാൽ ഇന്നതല്ലല്ലോ നടക്കുന്നത്. ഇന്ന് ദീനൊക്കെ എത്ര സ്ഥാനത്താ ഉള്ളത്? അള്ളാന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ മാല് മോഹിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവനെ ദരിദ്രനാക്കി കളയുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്റെ സദസ്സിൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ട്. മഹാനായ സിഎമ്മിനെ സ്നേഹിച്ചാണ് നിങ്ങൾ ഈ സദസ്സിൽ വന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഈ സദസ്സ് വിട്ടുപിരിയും മുമ്പ് നിങ്ങൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കണം. ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോ ആ പെൺകുട്ടിയുടെ പിതാവിനോട് ആ പൊന്നുപോലെ കച്ചവടം ഉറപ്പിക്കുന്ന രീതിയിൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ എന്റെ സദസ്സ് വിട്ടുപിരിയാൻ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ നിങ്ങൾ തയ്യാറാകണം. ഇത് പറയുമ്പത്ര സങ്കടം ആലോചിച്ചു നോക്കണം. നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെയൊക്കെ മഹലിന്റെ ചുറ്റുപാടുകളിൽ മാത്രം കണക്കെടുപ്പ് നടത്തിയാൽ നമുക്കറിയാം, വലിയ മുതലാളിമാരുടെ കല്യാണത്തിനൊക്കെ വലിയ പന്തല. അവനാന്റെ പറമ്പ് പോരാഞ്ഞിട്ട് ആരാന്റെ പറമ്പിൽ വരെ പന്തലാണ് അല്ലേ? എന്നിട്ട് കല്യാണ കത്തടിച്ചിരിക്കുന്നതോ 250-300 രൂപക്കാ ഒരു കത്തടിച്ചിരിക്കുന്നത്. 4-5 തരമാ തിന്നാനുള്ളത്. എരന്ന് തിന്നാനും നടന്ന് തിന്നാനും പല കോലത്തിൽ തിന്നാനും, പാതി കഴിച്ച് പാതി കഴിക്കാതെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന ദാരുണമായ അവസ്ഥകൾ. എന്നാൽ ഈ മുതലാളിയുടെ ഈ കല്യാണ പന്തലിന്റെ മീറ്ററുകൾക്കപ്പുറത്തുണ്ട് ഒരു പാവം കർഷകന്റെ കുടുംബം അവിടെയുണ്ട്. പകലന്തിയോളം പണിയെടുത്തിട്ടും കുടുംബത്തെ പോറ്റാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന പാവം മനുഷ്യന്, രോഗങ്ങളോട് മല്ലിടുന്ന പാവം മനുഷ്യന്, ആ മനുഷ്യന്റെ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കാണാൻ എന്തേ ഈ മുതലാളിക്ക് കഴിയാതെ പോകുന്നത്? ഞാനിപ്പോൾ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ സദസ്സിലുള്ള യുവാക്കളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന പെണ്ണ് അവളെ മാനദണ്ഡം മാലാക്കല്ല, അവളുടെ ക്വാളിഫിക്കേഷൻ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്രികളോ കോഴ്സുകളോ അല്ല, അവൾക്ക് ദീനുണ്ടോ എന്നാണ് പ്രിയപ്പെട്ട സഹോദര ചിന്തിക്കേണ്ടത്. അങ്ങനെ നീ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ദീനീബോധമുള്ള കുടുംബത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ നീ മുന്നോട്ട് വന്നാൽ ആ പാവപ്പെട്ട പെൺകുട്ടി സുബഹിക്ക് നേരത്തെ എണീറ്റുകൊണ്ട് സുബ്ഹാനല്ലാഹ്
സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ദിക്റിൽ ദുആയിൽ ഏർപ്പെടുകയാ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുകയാ. എന്നിട്ട് യജമാനനായ റബ്ബിനോട്, അല്ലാഹുവിനോട് ആ പെൺകുട്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നത്, യജമാനനായ റബ്ബേ, എന്റെ ഇക്ക എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്റെ ഉപ്പാന സ്വത്ത് കണ്ടുകൊണ്ടല്ല, എന്റെ ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ആഡംബര സുഖങ്ങളിലേക്ക് നോക്കിക്കൊണ്ടല്ല, എന്റെ കുടുംബത്തിലുള്ള ദീന നോക്കിയിട്ടാണ് എന്റെ ഇക്ക എന്നെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് എന്റെ കാല ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഒരാപത്തിലും പെടുത്തല്ല അല്ലാ എന്ന് ആ പൊന്നുമോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തിനാ സഹോദര ഈ ലക്ഷങ്ങള്, എന്തിനാ ഈ മഞ്ഞലോഹങ്ങള്? ഇത് ചിന്തിക്കാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് ഈ സദസ്സിൽ വന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ ഈ പരിപാടി എത്രയോ സന്തോഷകരമായി അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിപ്പെട്ടത് വീടിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോയതാണ്. ഇപ്പൊ വീട്ടിൽ വേണ്ടത് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെയാണ്. അതൊക്കെ കുറഞ്ഞുപോയി. പിന്നെ മക്കള് പഴയ കാലത്തൊക്കെ ഞാൻ പറഞ്ഞു, ഗർഭമുള്ള കാലത്ത് തന്നെ നഫീസത്തുമാല ചൊല്ലും. ഇന്നിപ്പോ അതില്ല എന്ന് മാത്രമല്ല, ഇനി അത് പോകട്ടെ, പ്രസവ ഹോസ്പിറ്റലിലേക്ക് പോയി കുഞ്ഞ് ആദ്യമായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വന്നാൽ ആ കുട്ടി ആദ്യമായിട്ട് കേൾക്കേണ്ട ശബ്ദം എന്താ? ആദ്യമായിട്ട് കേൾക്കേണ്ട ശബ്ദം അല്ലാഹ് എന്ന ശബ്ദമായിരിക്കണം. അല്ലാഹ് എന്ന ശബ്ദമായിരിക്കണം ആ കുട്ടി അതേറ്റ് കേൾക്കേണ്ടത്. അതുകൊണ്ട് ആ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ബാങ്ക് ഇക്കാമത്തും കൊടുത്താൽ എന്താ ഉള്ളത്? ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന പിശാച് ബാധ കുട്ടികൾക്ക് വരില്ല എന്നുള്ളത്. ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന പിശാച് ബാധ കുട്ടികൾക്ക് വരില്ല എന്ന് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളൊക്കെ, മുത്തുനബി തങ്ങൾക്ക് പേരക്കുട്ടികൾ ഉണ്ടായപ്പോ അള്ളാഹിന്റെ ഹബീബ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോ നമ്മൾ ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ കുട്ടി വേറെ പലതും കേട്ടിട്ട്. ഇനി അതൊക്കെ പോട്ടെ, അതെല്ലാം കഴിഞ്ഞു, വീട്ടിലെത്തി, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പൊരയ്ക്കെത്തി. എന്താ അവസ്ഥ? ഇന്നത്തെ ചെറുപ്പക്കാരികളൊക്കെ കുട്ടികളെ ആട്ടി ഉറക്കാൻ തന്നെ മടിയെത്തിയാണ്. എന്നിട്ട് എന്താ ചെയ്യുക? സ്പ്രിങ്ങിന്റെ തൊട്ടില ഒറ്റ ആട്ടിൽ വൈകുന്നേരം വരെ അടിക്കും. ഉമ്മായുടെ സ്നേഹത്തിന്റെ കരസ്പർശം എവിടെ കുട്ടികൾക്ക്? അതെല്ലാം മന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇനി മാത്രമല്ല, ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എന്തും നിങ്ങൾ അവരെ കേൾപ്പിക്കാൻ പോകരുത്. പഴയ കാലത്ത് ഉമ്മമാര് കേൾപ്പിച്ചിരുന്ന ബൈത്തുകൾ എന്താ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. തൊട്ടിൽ ആട്ടുന്ന സമയത്ത് പോലും ഉമ്മാമ ചൊല്ലിയിരുന്ന വരികളിതാ. എന്നാൽ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കല്ലാതെ പുതിയതിന്റെ പിന്നിൽ പോയിട്ട് ബാത്റൂം കൊലായാക്കണമെന്നൊന്നിന് പരിഹാരമില്ല. ദിക്റും സ്വലാത്തും ചൊല്ലിയ പൊരയിൽ ഐശ്വര്യം ഉണ്ടാവും. പൊരയിൽ ഐശ്വര്യം ഉണ്ടാവും, റാഗത്തുണ്ടാവും, ബർക്കത്തുണ്ടാവും. ഇതിലെന്താ സംശയമുള്ളത്? അപ്പൊ ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ആത്മീയതയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് മാത്രമല്ല. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴേക്കും അത് കറാമത്തായിട്ട് നമ്മൾ ധരിക്കരുത്. അവര് വലിയാണെന്നും ധരിക്കരുത്. പിന്നെ ആ കറാമത്താരിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് സദാസമയത്തും അല്ലാഹ് 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 എന്ന ചിന്തയുമായിട്ട് ഉടമയായ റബ്ബിലേക്ക് അങ്ങോട്ട് അടുക്കുമ്പോ അടിമയിലേക്ക് ഉടമ ഇങ്ങോട്ടും അടുക്കുകയാണ്. അങ്ങനെ അടുത്താൽ എന്താ ഉണ്ടാകുന്നത്? അവിടെയാ പുത്തംവാദികൾക്ക് ചില അബദ്ധങ്ങൾ വന്നുപോയത്. അവര് മുഹിയുദ്ദീൻ മാലയെ വിമർശിച്ചത് എന്താണ് ഇസ്ലാമെന്ന് അറിയാത്തത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുഹിയുദ്ദീൻ മാലയിൽ മഹാനായ ശൈഖ് ജീലാനി സംബന്ധിച്ച് പറയുന്നത് കാണാം. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനിങ്ങളെ കൽപ്പകമെന്നോവർ. ഇത് പറയുമ്പോ പുത്തംവാദിക്ക് സംശയമാ, അതെങ്ങനെയാ മുഹിയുദ്ദീൻ ശൈഖ് അങ്ങനെ കാണുക? മുഹിയുദ്ദീൻ ശൈഖിന് കാണാനുള്ള കണ്ണെങ്ങനെ പടച്ചോൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അത് കാണാൻ അല്ലാഹ്ക്ക് മാത്രമല്ലേ കഴിയൂ. മഹാനായ CM-ന്റെ അനുസ്മരണമല്ലേ സുഹൃത്തുക്കളെ ഈ സദസ്സിൽ നടക്കുന്നത്?
പറയുന്നത്. വരും ദിവസങ്ങളിൽ ഞാൻ മഹാനെ കുറിച്ച് പറയാൻ യോഗ്യനല്ല, കാരണം അനുഭവിച്ചറിഞ്ഞവരാണ് എന്റെ സദസ്സിലുള്ളവര്, അല്ലെങ്കിൽ കറാമത്തുകളിൽ നിന്നും അനുഭവിച്ചറിയുന്നവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോറിയുടെ സീറ്റിന്റെ ഡ്രൈവറുടെ സീറ്റിന്റെ അടിയിലുള്ള മൂർഖൻ പാമ്പിനെ കാണാൻ CM-ന് കഴിഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, കരിപ്പൂരി എയർപോർട്ടിൽ നിന്ന് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന എയർപോർട്ട്, ആ എയർപോർട്ട് വരുന്നതിന് മുമ്പ് അവിടെ കരിപ്പൂര് മല എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആ മലയുടെ മുകളിലേക്ക് CM വഴിയുള്ള കയറിപ്പോയ കാലമുണ്ട്. അന്ന് പ്രിയപ്പെട്ടവരെ, എയർപോർട്ട് കരിപ്പൂര് വരുമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല, അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് നീക്കി വെച്ചിട്ടില്ല. ആ മലയുടെ മുകളിൽ ഇരുന്ന് മഹാനായ CM അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ആളുകൾ പറന്നിട്ട് ഹജ്ജിന് പോകുന്ന കാലം വരുമടാ എന്ന് പറയാൻ CM-ന് എങ്ങനെയാ സാധിച്ചത്? ഇതാ പുത്തൻവാദിക്കുള്ള സംശയം, എങ്ങനെയാ അവര് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത്? ഇത് മനസ്സിലാക്കാൻ അല്ലാഹു പറഞ്ഞ ഒരു ഹദീസുണ്ട്, അതാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. ആ ഹദീസിലൂടെ പടച്ചറബ് പറയും, നോക്കൂ നിങ്ങൾ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്നിലേക്ക് ഒരു അടിമ ഫർളായ ഇബാദത്തുകളിൽ ഒന്നും ഒരു കുറവും വരുത്താതെ സുന്നത്തായ ഇബാദത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് ഒരു അടിമ എന്നിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ അടിമയെ അള്ളാഹ് ഇഷ്ടം വെക്കും. അങ്ങനെയല്ലേ ഉണ്ടാകുക? അള്ളാഹു ഇഷ്ടം വെക്കും. ഫഇദാ അഹബ്ബതുഹു, അങ്ങനെ ആ അടിമയെ അള്ളാഹു ഇഷ്ടം വെച്ച് കഴിഞ്ഞാലോ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നെ അടിമ കേൾക്കുന്ന കാത് പിന്നെ ഞാനാണ്. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, ആ അടിമയുടെ കണ്ണ് പിന്നെ ഞാനാണ്. ആരാ ഇത് പറയുന്നത്? ഉമ്മമാരേ, നമ്മുടെ ഈമാന് തെറ്റിപ്പോകേണ്ടതില്ല. എങ്ങനെയാ CM-ന് മറഞ്ഞ കാര്യം അറിഞ്ഞു എന്നല്ലേ? എങ്ങനെയാ ശൈഖ് ജീലാനി തങ്ങൾക്ക് മറഞ്ഞ കാര്യം പറയാൻ സാധിച്ചു എന്നല്ലേ? അല്ല പറയാണ്, ഞാൻ ഇഷ്ടം വെച്ച് കഴിഞ്ഞ അടിമയുണ്ട്, ആ അടിമയുടെ കണ്ണ് പിന്നെ ഞാനാണ്, ആ അടിമയുടെ കാത് പിന്നെ ഞാനാണ്. ആ അടിമ പിടിക്കുന്ന കൈ പിന്നെ ഞാനാണ്, ആ അടിമ നടക്കുന്ന കാല് പിന്നെ ഞാനാണ്. എന്താണ് ഈ അടിമയുടെ കൈകാലുകൾ കണ്ണും കാതുമൊക്കെ അല്ലാഹു ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? മഹാത്മാക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം, ഇമാം റാഫി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ഈ അടിമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അടുത്തുള്ളത് അകലത്തിലുള്ളത് എന്ന വ്യത്യാസമില്ല. അതാണ് ശൈഖ് ജീലാനി പാടില്ല എന്ന് പറഞ്ഞ തൽപര കക്ഷികൾ വന്നിട്ട് ആകെ ഏത് കാൽക്കുലേറ്റർ എടുത്ത് കണക്കൂട്ടി നോക്കിയാലും 100 കൊല്ലത്തിന്റെ താഴെ ഇങ്ങോട്ടേ പോലും. ഇവരാണ് എന്ത് ചെയ്യുന്നത്? മുഹിയദ്ദീമാല പാടില്ല എന്ന് പറയുന്നത്. മുഹിയദ്ദീമാലിൽ ഇതിൻ്റെതുകൊണ്ടൊന്നല്ല, പിന്നെ ഇതിന്റെ അവസാനത്തിലൊക്കെ ഓവർ എന്നുണ്ട്. അപ്പൊ ഓല് മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞത് ഇത് ഓവറാണ്, അതല്ലാതെ മാലിയിൽ തെറ്റുണ്ടായിട്ടൊന്നല്ല ഓല് പറഞ്ഞത്. ഓല് ഇതിന്റെ അവസാനത്തിലൊക്കെ ഓവർ എന്ന് കണ്ടപ്പോ ഓല് പറഞ്ഞത് ഇത് ഓവറാണ്, ഇത് നമുക്ക് വേണ്ടതില്ല, പെട്ടെന്ന് തീരുമാനം എടുത്തോല്. അതുകൊണ്ടാണല്ലോ ഓല് പിന്നീട് അവര് തന്നെ ഒരു മാല എഴുതിയിട്ടുണ്ട്. ആ മാല ആരെ കുറിച്ച? ഈ മാലൊന്നും ചൊല്ലരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം ജീവിച്ചു മരിച്ചൊരു മനുഷ്യനാ ഉമർ മൗലവി എന്ന് പറഞ്ഞ സാധനം. ആ ഉമർ മൗലവി മരിച്ചിട്ട് 2015 കൊല്ലം മുമ്പ് എഴുതിയ മാലയാണ്. നമ്മളെ മുയ്യദ്ദീമാലിനൊക്കെ 400 കൊല്ലത്തെ പഴക്കണ്ട്, 400 കൊല്ലത്തുള്ള പഴക്കണ്ട്, 500 കൊല്ലത്തിലേറെ പഴക്കണ്ട് മങ്കൂസ് മൗലൂദിന്. ആരാ മങ്കൂസ് മൗലൂദ് എഴുതിയത്? പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. എന്തിനാണ് ഇത് എഴുതിയത്? പൊന്നാനി പരിസര ഭാഗങ്ങളിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോ അത് മാറാനുള്ള മരുന്നാ മങ്കൂസ് മൗലൂദ്. മങ്കൂസ് മൗലൂദ് ചൊല്ലിയ രോഗം മാറി. എന്താ നമുക്ക് സംശയം? മഹാനായ ബൂസൂരി ഇമാമിന്റെ തളർവാദം മാറിയത് ഖസീദത്തുൽ ബുർദ ചൊല്ലിയിട്ടല്ലേ? നമ്മൾ ചെറിയ ജലദോഷം ഉണ്ടെങ്കിൽ തന്നെ പായു ആശുപത്രിക്ക്. നമുക്കിന്ന് ആത്മീയ ചികിത്സകളോ മറ്റ് പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ല. എന്റെ ബദരീങ്ങളെ വിളിച്ച അമ്മാമാന്റെ വിളിയാ. ബദരീങ്ങൾ അവിടെ സ്പോട്ടിൽ സഹായിക്കാൻ അവിടെ എത്തുകയായിരുന്നു. അത് അവരുടെ മനസ്സിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. മങ്കൂസ് മൗലൂദ് രചിക്കാൻ തന്നെ ഉണ്ടായ കാരണം എന്താ? രോഗങ്ങൾ മുസീബത്തുകൾ മാറിക്കിട്ടാൻ വേണ്ടി, ശിഫാ സലാമത്തിന് വേണ്ടിയിട്ടാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ സമീപത്ത് പ്രിയപ്പെട്ടവരെ അന്നത്തെ മുസ്ലിമീങ്ങൾ വന്ന് പരാതി പറഞ്ഞപ്പോ മഹാനവറുകൾ പേനയും കടലാസും
കടലാസം എടുത്തുകൊണ്ട് എഴുതി തുടങ്ങിയത് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമാഹു മുഹമ്മദാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിൽ മൗലിദ് ഓതരേ, മാലകൾ ചൊല്ലരേ. വീട്ടിൽ മുസീബത്ത് വരാതിരിക്കാൻ മാലകൾ ആവശ്യമാണ്, മൗലിദുകൾ ആവശ്യമാണ്. രോഗശിഫായിനൊക്കെ ധൈര്യം. അങ്ങനെയാ മങ്കൂസ് മൗലിദ് 500-ലേറെ കൊല്ലത്തെ പഴക്കമുണ്ട്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ടത്. പല മൗലിദുകളിൽ നിന്ന് ചുരുക്കിണ്ടാക്കിയ മൗലിദായതുകൊണ്ടാ ഇതിന് മങ്കൂസ് എന്നുള്ള പേരെന്നെ വന്നത് എന്നുള്ള ആലോചിച്ചോ. അതാണ് പഴയ കാലത്ത് നമ്മളെ മൗലിദിന് അത്രയും കൊല്ലത്തെ പഴക്കം. ഇതൊക്കെ ചൊല്ലരുതെന്ന് പറഞ്ഞ മനുഷ്യന്മാര് വന്നിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ട് നമ്മൾ ആലോചിച്ചു. എന്നിട്ടാണ് ഓല് 2000-ല് ആ മാല ചൊല്ലരുത് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മാല പിന്നെ ഇല്ല. പക്ഷെ നമ്മളെ മാല അറബി മലയാളത്തിലാണ്, ഇവരെ മാല മലയാളത്തിലാണ്. കാരണം ഇവർക്ക് അറബി മലയാളം ഇതറിയില്ല, അതുകൊണ്ട് ഒരു മലയാളത്തിൽ എഴുതിയെന്ന് മാത്രം. പിന്നെ ഇതിന്റെ അവസാനത്തിൽ ഓവറൊന്നുമില്ല. ഒരു സ്ഥലത്തേക്ക് ആ മാലയിൽ അവറെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഒരു പരമാവധി ശ്രദ്ധിച്ചിട്ടാണ് മാല എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാനൊരു വ്യത്യാസം കാണുന്ന നിങ്ങള് ഞമ്മളെ മാലിയിലൊക്കെ ഉള്ളതാണ്, ഓല മാലിൽ മുഴുവൻ ഇല്ലാത്തത്. പച്ച നോണേനാ മാലി പറയും. എന്നിട്ട് ഞാൻ മാലിയത്തെ വരി വെക്കണങ്ങൾക്ക് ഉമർ മൗലവി എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാ? ഉമർ മൗലവി എന്നും കൂടെ പറഞ്ഞുതരാ. മഹാനായ CM വലിയുള്ളാക്കൊക്കെ മുഴുത്ത പ്രാന്താന്ന് പറഞ്ഞു നടന്നിരുന്ന മനുഷ്യനാ ഈ ഉമർ മൗലവി എന്ന് പറഞ്ഞ മനുഷ്യൻ. അയാൾക്ക് CM-ന്റെ പിന്നെ ഈമാനായിരുന്നു നോക്കി ഇറക്കാണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മോൻ എന്റെ നാട്ടുകാരനാ സ്വന്തം മോൻ സ്വാമിയാണെന്നോ അന്യ മതക്കാരനായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇരിക്കട്ടെ, ഏതായിരുന്നാലും ബഷീർ മാഷിന്റെ അയൽവാസിന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ് അയാൾ. കാരണം സ്വന്തം മോന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം നോക്കാൻ മൂപ്പർക്ക് ഒഴിവുണ്ടായില്ല. മൂപ്പർക്ക് ഈ സമൂലിയുടെ കാര്യം നോക്കിയെടുക്കാൻ ഒഴിവുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ സമൂലിയുടെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, മൂപ്പർക്ക് വേദാറുണ്ടായിരുന്നു, മക്കളെ കാര്യത്തിലായിരുന്നില്ല. ഏതായിരുന്നാലും ഈ ഉമർ മൗലവി അയാൾ മരിച്ചതിന് ശേഷം അയാളെ പേരിൽ മാല എഴുതി. ആ മാലയിൽ അയാളെ കുറിച്ച് വളരെ നോക്കി നിങ്ങൾ. കേടുന്നു കേരള മക്കൾ നിനക്കോരോ രണ്ടാമനില്ലെന്ന ദുഃഖം സേവിക്കയാൽ മലയാള മണ്ണിനോ സൗഭാഗ്യമായി മൂന്നായി ജീവിച്ച നാളുകൾ. ഉമർ മൗലവിയെ കുറിച്ച് പറയാണ്, ഇയാൾ ഇസ്ലാമിലെ 3ാമത്തെ ഉമറാണ്. സുബ്ഹാനല്ലാഹ്. 1ാമത്തെ ഉമർ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, 2ാമത്തെ ഉമർ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 3ാമത്തെ ഉമർ ഇവരുടെ സ്വന്തം നേതാവ് ഉമർ മൗലവി. ഈ മാലയിൽ പറയുന്നത് ഉമ്മമാര് മനസ്സിലാക്കണം. നമ്മളെ മാല ചെല്ലുമ്പോ തന്നെ നരകത്തിന്റെ നടൂക്ക്, ചിറുക്ക്, കുഫുറ്, എന്തൊക്കെ ഡയലോഗ് ഉണ്ടായത്. എന്നാൽ ഈ മാല ചെല്ലിയാലോ ഇത് ചൊർക്ക്. ഇതിങ്ങനെ ചൊല്ലുന്തോറും ചൊർക്ക് ഇങ്ങനെ കൂടും ഈ മാല ചെല്ലുക. ഇനി ഈ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഫുള്ളില്ലാത്ത തന്നെ ഇയാളെ കുറിച്ച് പറയുന്നത്. നീ ഇയാളെ കുറിച്ച് കേൾക്കണമെങ്കിൽ ഈ മാലി പറയാ, പരശുരാമന്റേതോ കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതോ മാത്രമല്ലേ ഗുരു. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് കഥ മാത്രമാണെങ്കിൽ ദക്ഷിണ കേരള അങ്ങയുടേത് മാത്രമല്ല ഗുരു. നോക്കണെങ്കിൽ ഇപ്പൊ ഗുരു എന്ന് വിളിച്ചത് ആരെ? ഉമർ മൗലവിനെ. നമ്മളെങ്ങാനും മടവൂരിലെ പാപ്പനെ ശൈഖേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാര് പറയലെന്താ അറിയോ? നമ്മൾ നരകത്തിന്റെ നടുക്കാ പോണെന്ന. ഈ ശൈഖിന്റെ മലയാള ഗുരു എന്ന് പറഞ്ഞത്. അപ്പൊ മലയാളത്തിൽ ഗുരു എന്ന് വിളിച്ചാലോ യാതൊരു കുഴപ്പമില്ല. എങ്ങനെണ്ട് ഇവരൊക്കെ കണ്ടുപിടുത്തം ഭയങ്കര തലേന്നെ. വെയിലൊളിക്കരുത് എന്ന് പറയാം നമ്മൾ കാണുമ്പോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഗുരു എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, ശൈഖേന്ന് വിളിച്ചാലോ കുഴപ്പം. എങ്ങനെണ്ട്? എന്നഞ്ഞിപ്പോ കുത്തുബിയത്തിലൊക്കെ നമുക്കൊരു മാറ്റം പറ്റിയായി. ഓ ഗുരു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, നമ്മളെ വിശ്വാസം മൊയ്തീൻ ശൈഖ് വെക്കും തന്നെ. ഇനിയിപ്പോ ഇതുമൊരു പ്രശ്നമാണ് തീരുകയാണെങ്കിൽ ശൈഖിനെ ഗുരുവാക്കാം. എന്താപ്പ ഇതിന് കുഴപ്പമുള്ളത്? എന്നാ പല പ്രശ്നം തീരുവോ? നമ്മുടെ നാട്ടിലുള്ള വലിയ ഫിത്നി ഫസാദത്തോടെ തീരോ? നരകത്തിലാണ് ഇരുത്തുന്നത്. ഞാനിത് പറയുന്നത് ആരെയും വിമർശിക്കാനല്ല. ഉമ്മമാരാലോചിക്കണം. ഇന്നത്തെ യുവാക്കളൊക്കെ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ലോകങ്ങളിലാ ഉള്ളത്. ഏതെങ്കിലും ഒരു പുത്തൻവാരി എന്തെങ്കിലും ഒന്ന് തൊടുത്തുവിടുമ്പോഴേക്കും ആടി ഉലഞ്ഞു പോകേണ്ടതല്ല നമ്മുടെ ആദർശബോധമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ കണ്ടോ നിങ്ങൾ? സ്വർഗാവകാശിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. സ്വർലോകം കൈക്കൊള്ളിലാക്കി ജീവിക്കാതെ എങ്ങനെയെങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. എന്താ ഇപ്പൊ പറയുന്നത്? സ്വർഗലോകവും ഉമർ മൗലവിന്റെ ഉള്ളം കൈയിലായിരുന്നു എന്നാ പറയുന്നത്.
സാധാരണ അള്ളാന്റെ ഖുർആൻ സ്വർഗലോകത്തിന്റെ വിശാലത പറയുന്നത് ആകാശഭൂമിന്റെ വിശാലത ഉണ്ടെന്നാ. അപ്പൊ ഈ മനുഷ്യന്റെ കയ്യിന്റെ വിശാലത എത്ര ഉണ്ടാവുന്ന നമുക്കും ചോദിക്കാൻ. നമ്മളെ മാലയിൽ 2 വരി പാടിയപ്പോ തന്നെ ഇവർ എന്തൊക്കെ കുരുമാല ഉണ്ടാക്കിയിരുന്നത്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്ത് കാക്കുമ്മലക്ക് പറഞ്ഞോവർ. അപ്പൊ ഇവർക്ക് എന്താ സംഭവം? ഇവർക്ക് മാലെന്താ തിരിഞ്ഞിട്ടില്ല. അതിന്റെ വളരെ രസകരമാണ്. ഇന്ന് മുഹിയുദ്ദീൻ മാലയെ കുറിച്ചുള്ള ചർച്ചകളൊന്നും നടക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം മുഹിയുദ്ദീൻ മാലയെ സംബന്ധിച്ച് മാത്രം തന്നെ ഒരു ചർച്ച മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ഞെടിയിരിപ്പിലുണ്ടായത് ചരിത്രം വായിച്ചാൽ നമുക്ക് തിരിയും. അന്ന് ഈ പക്ഷത്തിൽ നിന്ന് അന്നത്തെ ഗർജന സിംഹമായ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പതി ഉസ്താദിനോട് നേരിടാനുള്ളത് അന്നത്തെ ഏറ്റവും വലിയ ബിദഈ പോക്കിരിയായ ശ്രീ അലവി മൗലവിയായിരുന്നു. ആ അലവി മൗലവിയ പതി ഉസ്താദിനോട് പറഞ്ഞത്, നിങ്ങളെ മുഹിയുദ്ദീൻ മാല ഖുർആനെതിരാണ്. അപ്പൊ പതി ഉസ്താദ് ചോദിച്ചു, ഏത് മാലയെങ്കിലും പറയുന്നത് ചോദിച്ചു. നിങ്ങളെ മുഹിയുദ്ദീൻ മാല, ഈ കാലി മുഹമ്മദ് എഴുതിയ മാലയെങ്കിൽ പറയുന്നത് ആ തന്നെ മാല, അത് മുഴുവൻ ഖുർആനെതിരാണ്. പതിസ്താവനെന്ന് ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ, നമുക്കിത് ചർച്ച നടത്താലോ. ആ ഖുർആനെതിരിൽ നിങ്ങളെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കെന്ന് അത് തിരുത്താനോ. അങ്ങനെയാണ് ഈ കൊണ്ടോട്ടി ഞെടിയിരിപ്പില് ഇത് ചർച്ച തന്നെ വരുന്നത്. അപ്പൊ ഇയാൾ കാര്യമായിട്ട് കൊണ്ടുവരുന്ന മാലേതാര്യങ്ങൾ ഇയാൾ ഓരോന്ന് പഠിച്ചു പോന്നിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഇവരെ ക്ലാസ്സിലൊക്കെ കൊടുത്തു കൊടുക്കാറുള്ളത്. കാരണം ഈ മാലകളെയും മൗലിദുകളെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവരെന്നെ ഒരാശയം പടച്ചുണ്ടാക്കുക ആദ്യം ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. മുഹിയുദ്ദീൻ മാലയെ വിമർശിക്കാൻ വേണ്ടി ഇവരുടെ ക്ലാസ്സിൽ ഏറ്റവും ദുരുപയോഗം ചെയ്യുന്ന ഒരു വരിയേതാ നിങ്ങൾ? ആ വണ്ണം തന്നെ അല്ലാ വിളിച്ചോവർ. ഈ വരിയാണ് ദുരുപയോഗം ചെയ്യുക. എന്നിട്ട് തിരുത്തിട്ട് എങ്ങനെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കാനുള്ളത്? നിങ്ങൾ തമാശ പറയല്, ഇവര് ക്ലാസ് എടുത്തു കൊടുക്കുന്ന രീതിയാണ് ഇത്. എപ്പോഴാ അള്ളാഹ് മൊയ്തീൻ ശൈഖിനെ ഔസുല്ലാദമെന്ന് വിളിച്ചെന്ന് അറിയോന്ന് ചോദിച്ചിട്ട് ഇവര് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ അറിയോ? അള്ളാഹു തആല ഒരിക്കൽ ഔദുൽ കൗസർ കാണാൻ പോയി. അപ്പൊ അള്ളാഹു തആല അല്ലേ ഔദുൽ കൗസർ ഉണ്ടാക്കിയത്? കഥീ ചോദ്യമില്ലല്ലോ. ഇവര് പറഞ്ഞ് നമ്മൾ കേട്ടോളാം. അങ്ങോട്ട് തിരിച്ചു ചോദിക്കാൻ പാടില്ല. ആകാശവാണി നിലയത്തിൽ ഒരു വാർത്ത വായിക്കണ മാതിരിയാ. ലോറി അപകടത്തിൽപ്പെട്ടു പറഞ്ഞാൽ എപ്പോന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പറഞ്ഞ് നമ്മൾ കേട്ടോളാം എന്ന രീതിയിലെ ഇവരെ ശരി. ഇവര് പറയും നമ്മൾ കേട്ടോ, തിരിച്ചിട്ടുള്ള ചോദ്യത്തിനൊന്നും ആൻസർ കിട്ടൂല. അപ്പൊ ഇവര് പറയുന്നത് എന്താ അറിയുന്നത്? അള്ളാഹു തആല ഔദുൽ കൗസർ കാണാൻ പോയി. ഈ ഔദുൽ കൗസറിന്റെ ചൊറുക്കുണ്ട് പടച്ചോൻ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അള്ളാഹു ഈ ഔദുൽ കൗസർ കണ്ട് വീണത്. കാരണം ഇവരെ പടച്ചോനെ വിഗണിന് തടസ്സമില്ല. ഇവരങ്ങനത്തെ ഒരു പടച്ചോനെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കൊരു ബുദ്ധിമുട്ടില്ല പടച്ചോനെ കൊണ്ടുപോയി തള്ളിടാനൊന്നും. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഔദുൽ കൗസറിൽ കാണുന്നിട്ട് പടച്ചോൻ ഇങ്ങനെ മുങ്ങിത്താകുക. ആ സമയത്തുണ്ട് മൊയ്തീൻ ശൈഖ് വക്കത്ത് കൂടി നടക്കും. അപ്പം വിളിച്ചു, എങ്ങനെയുണ്ട്? ഇതാണത്ര നമ്മളെ മുഹിയുദ്ദീൻ മാലയിലുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ചിലരെ കൽബിൽ എന്തെങ്കിലുമൊക്കെ കയറി കൂടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയും. അപ്പൊ ഇങ്ങനെ കുറെ അർത്ഥം കൊടുത്താണ് ഇവരിത് കൊണ്ടുവരിക. അതേപോലെയാണ് പതിയുസ്താദിനോട് പറഞ്ഞത്. പതിയുസ്താദിനോട് ചോദിക്കുകയാണെന്ത്? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിരയുള്ളോവർ. ഇത് ഏത് കൊടിയാന്ന ചോദിച്ചത്? എവിടെയാണ് ഈ കൊടി? എവിടെ ഇതിന്റെ ശീലേതാ? ഇതിന്റെ നീളത്ര? എവിടെ ഇപ്പൊ ഈ കൊടിയുള്ളത്? അപ്പൊ മൂപ്പര് കൊടി എന്ന് വിചാരിച്ചപ്പോഴേക്ക് എന്തു ചെയ്തു? മൂപ്പര് വിചാരിച്ചെന്നാ പിന്നെ നമ്മളെ നാട്ടിൽ ഇപ്പൊ SPSന്റെ SSFന്റെ ഒക്കെ കൊടി മാതിരി എത്ര കൊടിയാണ് ഈ സാധനം എന്നാണ് ഈ സാധു ധരിച്ചത്. അപ്പോ പതിയുസ്താദിന് മനസ്സിലായി ഇയാള് പടുജാഹിലാണ്. അപ്പൊ പതിയുസ്താദ് എന്ത് ചെയ്തു? തിരിച്ചിട്ടൊരു ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തു. നിങ്ങൾ അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം. ഹബിൽ എന്ന് പറഞ്ഞ കയറ് എന്നല്ല അർത്ഥം. അപ്പൊ മൗലവി ഇങ്ങനെ ഉഷാറായിട്ട് ആ കയറുന്നാണ്. കയറ് തന്നെയല്ലേ? അതെ. ആ കയറ് കിട്ടുന്ന പീടിയിൽ മൊയ്തീൻ മാലത്തെ കൊടിയും കിട്ടുന്ന. ആ കയറ് ഏത് പീടിയിലാ കിട്ടുക? അതേ കടയിൽ മൊയ്തീൻ മാലി പറഞ്ഞ കൊടിയും കിട്ടുന്നതാണ്. അപ്പഴാ മൗലവിക്ക് തിരിഞ്ഞത് ഖുർആനിലെ കയറ് മാതിരി ആ മാലത്തെ കൊടിയുന്നു. ഇത് കണ്ടെങ്കില് അപ്പൊ ഔലിയാക്കളെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന മാല തിരിയില്ലെങ്കിൽ മുന്നിരിക്കാം. അത് വിമർശിക്കാനൊന്നും ഒരു പുത്തംവാദിക്കും കഴിയില്ല. അത് പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ തിരിഞ്ഞാൽ. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു പോവുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മഹാത്മാക്കളുടെ ജീവചരിത്രം അവരെ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ കഴിവുകളിൽ കാണുമ്പോ അത് സൃഷ്ടാവായി പോകുമോ എന്ന് നമ്മൾ പേടി ില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് അവരുടെ കഴിവ്. ഇനിയിപ്പോ എന്താ അടുത്തൊരു സംശയം? സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം. ശരി, CMന്റെ കാലത്ത് അയാൾ നല്ലൊരു മനുഷ്യൻ. ഇപ്പൊ അങ്ങനെ പുത്തംവാദികൾ പറയും. പഴയ കാലത്ത് ആക്ഷേപിച്ച് പറഞ്ഞവരൊക്കെ ഇപ്പൊ പുതിയൊരു അളവെടുക്കൽ തുടങ്ങിയത്. അയാൾ നല്ലൊരു മനുഷ്യൻ, അയാൾ കുറെ പാത്തെടുത്ത് നല്ലൊരു മനുഷ്യൻ, അന്ന് അയാളെ കൊണ്ട് തോൽപ്പിച്ച ഫലം കിട്ടും. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ അയാളെ വിളിക്കണേ എന്താ അർത്ഥത്തിലാ?
അവിടെയാണ് ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റേജിൽ. അന്ന് അയാളെ കൊണ്ട് തോൽപ്പിച്ചൊക്കെ ശരി, സുബ്ഹാനല്ലാഹ്. എന്നാൽ തന്നെ പതി ഒരുപാട് ആശയങ്ങൾ സമ്മതിച്ചു കിട്ടുന്ന പോലത്തിലാണുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കണം. മഹാനായ സിയം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ കറാമത്തുകളുടെ ഒരു പെരുമഴ അല്ലേ, എത്രയെത്ര സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ നേരിട്ട് അനുഭവിച്ച എത്ര കറാമത്തുകളുണ്ട്. ഉസ്താദ് പലപ്പോഴും പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉസ്താദ് ദർസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഉസ്താദിന് ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ യതീമായ AP ഉസ്താദ് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ചാപ്പനങ്ങാടി ബാപ്പുസ്ഥാനത്ത് ചെന്ന് പറയും. അപ്പോ ബാപ്പുസ്ഥാദ് പറഞ്ഞു, കടം വീടണ്ട, തീരെ എല്ലാവരും വീടി പോണ്ട, അധികാഗ്നിനെ കൊട്ടി നമുക്ക് ദോരക്കാം. അതേ ഉത്തര മഹാനായ സിയം വലിയുള്ളാഹി പറഞ്ഞിരുന്നു. AP ഉസ്താദ് ദർസുകാലൊക്കെ കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോയി. ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ദർസ് തുടങ്ങി. പക്ഷേ കടം പൂർണ്ണമായി വീടിയിട്ടില്ല. ചാപ്പനങ്ങാടി ബാപ്പുസ്ഥാനത്ത് ചെന്ന് പറഞ്ഞപ്പോഴും പഴയ ഉത്തരം തന്നെ. CMന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ പഴയ ഉത്തരമല്ല കിട്ടി. നിങ്ങൾക്കുള്ള കടം 4963 റുപ്യയും 34 പൈസയല്ലേ. AP ഉസ്താദ് അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയിട്ടൊന്നുമില്ല. കണക്ക് ഞാൻ അങ്ങനെ കൂട്ടി നോക്കിയിട്ടില്ല, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും വീടാൻ വേണ്ടി നിങ്ങൾ വരയ്ക്കുകയാണ്. 1 മാസം കൊണ്ട് വീടും. അമ്മമാരെ ആലോചിക്കണം, ആരാ മഹാനായ സിയം? 1 മാസം കൊണ്ട് വീടും. ഒരൊറ്റ പറച്ചില. AP ഉസ്താദ് അവിടുന്ന് തോരപ്പിച്ച് പോന്ന് എഴുതി വെച്ച നോട്ട് പുസ്തകത്തിലെ കണക്കുകൾ എടുത്ത് കൂട്ടി വെച്ചു. മാഷാ അല്ലാഹ്, 1 പൈസ അധികവും ഇല്ല, കുറവില്ല. അതാ മഹാനായ സിയം. അള്ളാഹു അവിടത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആയുസ്സിലും ജോലിയിലും കുടുംബത്തിലും എല്ലാറ്റിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അതാണ് മഹാനായ സിയം. കണ്ടെങ്കിൽ കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമ, ആ അടിമ അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് തട്ടിക്കളയില്ല. ഇനിയിപ്പോ നോക്കേണ്ടത് മരിച്ചുപോയില്ലേ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരിച്ചവരാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ വിളിച്ചാൽ അവര് കേൾക്കൂല എന്നുള്ളത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പൊട്ടീസാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കണം. ഞാൻ എന്റെ സദസ്സിലുള്ള സാധാരണക്കാരായ യുവാക്കളോട് പറയുന്നു, വൈതര പോകൻ അള്ളാന്റെ ഖുർആനിൽ ഒരൊറ്റ ആയത്തിൽ പോലും മരിച്ചുപോയ ഔലിയാക്കളെയോ വിളിച്ചാലോ നമ്മുടെ വിളി കേൾക്കൂല എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതെന്താണെന്ന് അവർക്ക് തിരിഞ്ഞിട്ടുമില്ല. ചില ആയത്തുകളാണ് അവർ വഞ്ചിക്കപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മാസ്റ്റർ പീസായിട്ട് ഉപയോഗിക്കുന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ ആയത്ത്. അല്ലാഹു പറയുകയാ, ഇവിടെ മഹാനായ സിഎമ്മിന്റെ പേരിലുള്ള പ്രത്യേകമായ സദസ്സ് മറ്റന്നാൾ നടക്കുകയാ. സാദാത്തുക്കൾ വരികയാ. മഹാനവറുകളോട് തന്നെയും പ്രിയപ്പെട്ടവരെ, മടവൂരിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വിളിക്കാറില്ലേ? അല്ലെങ്കിൽ ശൈഖ് ജീലാനി തങ്ങളെ നമ്മുടെ ഈ പ്രദേശത്ത് വെച്ച് നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നു. എന്നിട്ട് അതൊന്നും പാടില്ലെന്ന് പറയാൻ വേണ്ടി ഖുർആനിൽ നിന്ന് ദുരുപയോഗം ചെയ്യുന്ന ആയത്ത്. ഉമ്മമാരെ തെറ്റിദ്ധരിച്ചു പോകരുത്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? അവരെ വിളിച്ചാൽ ആ വിളി അവരെ കേൾക്കൂല. ഇനി വലോ സമിഉ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അവര് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല. നിങ്ങളുടെ വിളി അന്ത്യനാളിൽ അവർ നിഷേധിച്ച് തള്ളുന്നവരാണ്. ഈ ആയത്ത് ദുരുപയോഗം ചെയ്തിട്ടാണ് പറയുന്നത്. അമ്പിയാക്കളെ വിളിക്കരുതെന്നാ പറഞ്ഞത്, ഔലിയാക്കളെ വിളിക്കരുതെന്നാ പറഞ്ഞത്. ആരാത് പറഞ്ഞത്? ഇവിടെ അവർ എന്നേ ഖുർആനിലുള്ളൂ. നമ്മൾ ആലോചിക്കണം, ഈ അവർ ആര്? മഹാത്മാക്കളായ മുഫസ്സിറുകൾ വിശദീകരിക്കട്ടെ. ഇമാം നസഫി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു. വിശകലനം ചെയ്ത് സംസാരിക്കുന്നിടത്ത് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്, ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ അയ്യസ്ലാം, ബിംബങ്ങളെ വിളിച്ചാലെന്നാൽ. അതല്ലാതെ മക്കാമുകളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ മക്കാമുകളിൽ പോകാതെ തന്നെയും മഹാത്മാക്കളെ വിളിക്കുന്നതിനെ ഈ ആയത്തിൽ ഒരിക്കലും എതിർത്തിട്ടില്ല. ഇനി മാത്രമല്ല, ഈ മരണം എന്ന് പറയുന്നത് ഇവര് തെറ്റിദ്ധരിച്ചു പോയത്. മരിച്ചാൽ എല്ലാം തീർന്നു എന്നാണ് ഇവരുടെ ധാരണ.
ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ? മരണം എന്ന് പറഞ്ഞാൽ അവസ്ഥയിൽ വരുന്ന കേവലം ഒരു ചേഞ്ച്, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള പലായനം, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയൽ, ഇതാണ് മരണം. ഔലിയാക്കളുടെ കറാമത്തും അമ്പിയാക്കളുടെ മുഅ്ജിസത്തും ഒരിക്കലും മരണത്തോടുകൂടെ മുറിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളുടെ കറാമത്തുകളുടെ നിലനിൽക്കുകയാണ്. അവര് നമ്മളെ വിട്ടുപിരിഞ്ഞാലും കറാമത്തുകൾ ഒരിക്കലും ഇവിടെ നശിച്ചു പോകുന്നില്ല. ആ കറാമത്തിൽ നിന്ന് അവരോട് സഹായം ചോദിക്കുന്നത്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തിൽ നിന്ന് അവരോട് സഹായം ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇസ്ലാം എതിർത്തിട്ടുള്ള കാര്യവുമല്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഖ്ബറയിൽ ഏതെങ്കിലും ഒരു സ്വഹാബി, പ്രിയപ്പെട്ട ഉമ്മമാരാലോചിക്കണം, ലോകത്തെ ഏറ്റവും വലിയ ഝാറമേത വടവൂരിലല്ല ഉള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ഝാറം അത് ലോകം ശ്രദ്ധിക്കാൻ കാരണക്കാരനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാ മുത്തുനബി തങ്ങളെ ഝാറമാ ലോകത്തെ ഏറ്റവും വലിയ ഝാറം. പക്ഷേ ഈ പുത്തംവാദികൾ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി പ്രബോധനത്തിൽ എഴുതി വെച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം മറവ് ചെയ്തതിന്റെ താല്പര്യം എന്താ വെച്ചാൽ ജീർണിക്കൂലെങ്കിൽ എന്തിനാ മണ്ണിലേക്ക് ഇട്ടുന്ന. അവന്റെ യുക്തി ആലോചിച്ചോ, ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ യുക്തി ആലോചിച്ച് നോക്കണം. ഉള്ളുപ്പില്ലാതെ പ്രബോധനത്തിൽ എഴുതി വെച്ച. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ ഒരു ബുദ്ധികൾ ആലോചിച്ച് നോക്കി. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഒരു പുസ്തകമുണ്ട്, മൗദൂദിയുടെ ഖുതുബയുടെ ഭാഷ പറയുന്ന പുസ്തകം, ജുമാ ഖുതുബ എന്ന ബുക്കിന്റെ പേര്. അതിന്റെ 73-ാമത്തെ പേജ് എവിടെന്നെങ്കിലും വെറുതെ കിട്ടുമെന്ന് വായിച്ചു. മൗദൂദിനോട് ചോദിക്കാം, ഖുതുബ ഏത് ഭാഷ? ഞാൻ ഇയാളെ ബുദ്ധി എന്ന് പറയാനാണ് ഞാൻ അത് പറയുന്നത്. ഖുതുബ ഏത് ഭാഷയിലാണ് ഓതേണ്ടത് മൗദൂദിനോട് ചോദിച്ചപ്പോ മൗദൂദി അതിന് കൊടുക്കുന്ന ആൻസർ കേട്ടാണ്ടല്ലോ മൂക്കത്ത് വരല്ലോ. എന്താ മൗദൂദി പറയുന്നത്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഇത് ചെയ്യാം എന്നാണ് എന്റെ അഭിപ്രായം. അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ ഇപ്പണി ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. നിങ്ങൾക്ക് എന്താ തിരിഞ്ഞ്? തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഇത് ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. ഖുതുബ നാട്ടിൽ കിരീന ഭാഷയിൽ ഓതാനാണ് അഭിപ്രായം, അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ ഇപ്പണി ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. ശരി പിടിക്കുമ്പോ ഉത്തമം പോണു, ഉത്തമത്തിന്റെ പിന്നിൽ പോകുമ്പോ ശരിയും പോകും. ഇത് രണ്ടിന്റെ പിന്നാലെ പോകാൻ നോക്കുമ്പോ ജമാഅത്തിന്റെ പിന്നാലെ പോകുമ്പോ ഈമാനും പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ കഥ? ഈ ജമാഅത്തേനാണ് അള്ളാഹുവിന്റെ റസൂല് മണ്ണയക്കുന്നത് പ്രബോധനത്തിൽ എഴുതിയത്, സലഫികൾ അൽമനാറിൽ എഴുതിയത്. പ്രിയപ്പെട്ട ഉമ്മ, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്, അത് നമ്മുടെ വിശ്വാസമല്ല. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതികമായ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മനോഹരമായ ഖബർ ശരീഫ് പൊളിഞ്ഞുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വലീദിന്റെ ഭരണകാലത്ത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. അവിടെ നോക്കൂ നിങ്ങൾ, അതാ ഒരു കാൽപാദം പുറത്തേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, 3 ഖബറാണ് അവിടെയുള്ളതെന്റെ പ്രിയപ്പെട്ടവരെ. ഒന്ന് റസൂലുള്ളാഹിയുടെ ഖബറാണ്, രണ്ടാമത്തെ ഖബർ സയ്യിദുനാ അബൂബക്കറിന്റെ ഖബറാണ്, മൂന്നാമത്തെ ഖബർ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബറാണ്. ഒരു കാൽപാദം പുറത്തു വന്നപ്പോ ഇതാരുടെ കാലാണെന്നറിയാതെ വെപ്രാളത്തിലായി. ആർക്കും പരിചയമുള്ള ഒരാളെയും അവിടെ കണ്ടെത്താനുമാകുന്നില്ല. ആ സമയത്ത് ആ ഗുരുവത്ത് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ പുറത്തേക്ക് വന്ന കാലിന്റെ അടയാളം നോക്കിയിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി, ഇത് റസൂലുള്ളാഹിന്റെ കാലല്ല, ഇത് ഉമർ തങ്ങളെ കാലാണ്. ഔലിയാക്കളെ ശരീരം പോലും മണ്ണ് തിന്നൂല എന്നതിന് ഈ സംഭവം മഹാത്മാക്കളായ പണ്ഡിതന്മാരെ തെളിവുദ്ധരിക്കുമ്പോ, എന്നിട്ടാണോ ഈ ലോകം പടക്കാൻ കാരണക്കാരനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൗതികമായ ശരീരം പരിശുദ്ധമായ മദീന മുനവ്വറയിലെ ഖബർ ശരീഫിൽ നിന്ന് സെല്ലുകൾ നശിച്ചുപോയി എന്നെഴുതാൻ മൗദൂദിക്ക് ഈമാനുണ്ടോ? സലഫിക്ക് ഈമാനുണ്ടോ? ശൈഖ് മഹാനാ പ്പെട്ടവരെ, ആ
പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് റിഫായി തങ്ങൾ ഖബറിൽ കിടക്കുന്ന നബിയെ വിളിക്കുകയാ, യാ റസൂലല്ലാഹ്, പലപ്പോഴും നിന്റെ ആത്മാവ് മാത്രമാ നബിയെ ഇവിടെ വരാറുള്ളത്, എന്റെ ആത്മാവ് മാത്രമല്ല എന്റെ ജസദങ്ങയുടെ ചാരത്തുണ്ട് യാ റസൂലല്ലാഹ്, എനിക്കൊരാഗ്രഹമുണ്ട് നബിയെ, അങ്ങയുടെ കയ്യും എനിക്ക് നീട്ടിത്തരണം യാ റസൂലല്ലാഹ് എന്ന് റിഫായി തങ്ങളതാ അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ അറിയണം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് 500 ജീവിച്ച് വഫാത്തായ തങ്ങള് അവിടെ വെച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്ന നബിയെ വിളിച്ചിട്ട് ഒരു അഭിലാഷം അറിയിക്കുന്നത്, ഒരു ആഗ്രഹം അറിയിക്കുന്നത്, യാ റസൂലല്ലാഹ് എനിക്ക് അങ്ങയുടെ കൈയൊന്ന് നീട്ടി തരണം യാ ഹബീബല്ലാഹ്, എനിക്ക് ചുംബിക്കാനാണ് നബിയെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ കൈ ചോദിച്ചു വാങ്ങുകയാണ്. മഹാനവറുകൾ അവിടെ വെച്ച് പാടുന്നത് تقبل الأمر عني وهي نائبتي وهذه نوبة الأشباه قد حضرت وانظر يمينك كيف تهضى بعشفتي. ലോകത്തിന്റെ നേതാവ് അന്തവിശ്രമം കൊള്ളുന്ന ലോകത്തെ ഏറ്റവും പവിത്രതയുള്ള മണ്ണ് അത് പരിശുദ്ധ കഅബാലയം നിൽക്കുന്ന മണ്ണല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൂവേലി ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന മദീനയുടെ മണ്ണുണ്ടല്ലോ, ആ ഖബർ ഷരീഫിന്റെ മണ്ണാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തെ ഏറ്റവും ശ്രദ്ധതയുള്ള പ്രദേശമെന്ന് ലോകത്ത് അയിമ്മത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമല്ലേ ആ ഖബർ ഷരീഫ് എന്ന് പൊട്ടിയിട്ടതാ. അതിൽ നിന്നൊരു കയ്യ പുറത്തു വരുന്നു. ആരുടെ കയ്യാ മുഅ്മിനേ ആ പുറത്തു വന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യെന്ന് പുറത്തു വന്നപ്പോൾ ആ കയ്യിലേക്കൊന്ന് വീട് തുരുതുരാ ചുംബിച്ച് ആ കയ്യെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു പോയെങ്കിലും പ്പെട്ടവരെ എത്രയോ പേര് സാക്ഷികളായ സംഭവമല്ലേ റിഫായി തങ്ങളെ. ഈ മഹത്തായ സംഭവമെങ്കിൽ ഈ നേതാവാണോ മണ്ണായി പോയത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കൾ മരിച്ചവരല്ല, ഔലിയാക്കൾ നശിച്ചു പോയവരല്ല, അങ്ങനെ ധരിക്കല്ല. ഇനി റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെന്ന് മക്ബറയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചുപോയ നബിയെ വിളിച്ച് സങ്കടം പറഞ്ഞോ എന്ന് ചോദിച്ച് പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നവരില്ലേ? എത്ര സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഞാനൊരൊറ്റ സംഭവം പറയുന്നു. മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അയാൾ സ്വഹാബിയാണ്, 58 വഫാത്തായവരാണ്, നബി തങ്ങളുടെ ശിഷ്യനാണ്, നബിയിൽ നിന്ന് ദീൻ പഠിച്ച ആളാണ്, നബിയെ കണ്ട് വിശ്വസിച്ച ആളാണ്. ഈ പ്രിയപ്പെട്ട ഉമ്മമാരെ കൊണ്ടാണ് ഈ അദ്ദേഹത്തിന് മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകാൻ 7 ദിവസം യാത്ര ചെയ്യാൻ സമയമില്ല. വഴിദൂരം കുറച്ച് കിട്ടണം. എന്താ മഹാനവറുകൾ ചെയ്തത്? മഹാനവറുകൾ ചെയ്തത് അള്ളാന്റെ ഹബീബിന്റെ മക്ബറയിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം നബവി തങ്ങൾ ഉദ്ധരിക്കുന്നു, നോക്ക് നിങ്ങൾ 2.5 ദിവസം കൊണ്ട് മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തിരിച്ചെത്തി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കണ്ടോ, ഇതാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. ആരാ പറഞ്ഞത് പാടില്ല എന്ന്? ആരാ പറഞ്ഞത് വേണ്ട എന്ന്? 1 or 2 സംഭവങ്ങളല്ല, ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. ഇനി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഇമാം തിർമുദിയും ഇമാം നസായിയും ഇമാം ഇബ്നു മാജയും എല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു മഹാനാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. പുത്തംവാദികൾ ചോദിക്കലുണ്ടല്ലോ, ബുഖാരിയിലുണ്ടോ? ഈ ബുഖാരി ഇയാൾ സ്വീകരിക്കാൻ പറ്റും? ഈ ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാര് ഹദീസ് ഉദ്ധരിച്ച വലിയ ഒരു മഹാനാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. ഹിജ്റ 130 മഹാന്റെ വഫാത്ത്. ആ മഹാൻ നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മഹാന്റെ സ്വഭാവം എന്തായിരുന്നു? ഫഖാന യഖൂം വയളഉ ഖദ്ദഹു അലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാന്റെ ഖബർ അങ്ങോട്ട് ചെന്നിട്ട് കവിള് വെക്കും. എന്നിട്ട് കവിള് വെച്ചിട്ട് ഖബർ കിടക്കുന്ന നബിയെ വിളിച്ച് സങ്കടം പറയുകയാ. ഫഊതിബ സുമ്മ യർജിഉ, എന്നിട്ട് അയാൾ ഇങ്ങ് മടങ്ങിപ്പോരും. ഫഊതിബ ഫീ ദാലിക്. ഇത് കണ്ടപ്പോ കൂട്ടുകാർ ആക്ഷേപിച്ചു, എന്താണ് മുഹമ്മദ് ബിൻ മുൻകദിർ ചെയ്യുന്നത്, എന്താണ് ഈ ചെയ്യുന്നത്? ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണ്? ഇന്നഹു യുസീബുനി ഖത്റത്തുൻ ഫഇദാ വജദ്തു ദാലിക ഇസ്തഗസ്തു ബിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബിയുടെ ഖബറിനോട് ഇസ്തിഗാസ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ ആക്ഷേപിച്ചില്ലല്ലോ. കൂട്ടുകാരും ആക്ഷേപിച്ചില്ല. കാരണം ഇസ്തിഗാസ അവർക്കിടയിൽ തർക്ക വിഷയമായിരുന്നില്ല. ഈ മഹാനിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലേ? ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലേ? ഈ ശിർക്ക്, ഇതൊക്കെ ഒരു ശിർക്കാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഒരു ശിർക്കാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ശിർക്ക് ചെയ്ത ആളിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച ആളാ ഇമാം ബുഖാരി. അങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരിയുടെ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റും, മൊത്തം കിതാബിനെ സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് കഥല്ലാത്ത വർത്താനം ഈ പുത്തംവാദികൾ പറയുന്നത്? ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇനി പോകട്ടെ, നമ്മളിപ്പോ ഇവിടെ നമ്മൾ ഇവിടുന്ന് മഹാനായ മടവൂരിലെ പാപ്പാനെ വിളിച്ചാലോ മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലോ അതൊന്നും അവർക്കുള്ള ആരാധനയല്ല. ഇവർക്കും തിരിയും. എനിക്ക് തിരിയാത്തോണ്ടൊന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ചു, ആ സമയത്ത് അമ്പിയാക്കളോടൊക്കെ ഇസ്തിഹാസ ചെയ്യും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഈസാ നബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈസാ നബി എന്ന് പറയും, ഇനി ഉബിത്തു മിൻ ദൂനില്ല, ഞാൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ അതാ അവിടെ റസൂലുള്ളാഹിന്റെ അടുത്ത് അങ്ങോട്ട് പോയിക്കൂടെ? മുത്തുനബി തങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരും. അങ്ങനെ എല്ലാവരും കൂടി റസൂലുള്ളാഹിന്റെ അടുത്ത് പോകും. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പള്ളിക്കത്തെ മൊയ്ലേര് തവസ്സുൽ ചെയ്യാ, അല്ലെങ്കിൽ ഇസ്തിഗാസ റസൂലുള്ളാഹിനോട് നടത്തുക, റസൂലുള്ളാഹ് എന്ന് വിളിക്കുക. മുത്തമ്പാദി പറഞ്ഞ് റസൂലുള്ളാഹിനെ ആരാധിക്കലാണ്, ഇത് റസൂലുള്ളാഹിക്കുള്ള പൂജയാണ്. ക്രിസ്ത്യാനികള് യേശുവെ രക്ഷിക്കണേ എന്ന് പറയും പോലെയാണ് മമ്പ്രത്തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് തുല്യമാണ് എന്ന് വാദോരാത ആയത്തോതിയിട്ട് പ്രസംഗിക്കുന്ന മുത്തമ്പാദി എന്താ അത് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ജനങ്ങൾ ഒന്നാകെ പോകുമ്പോ റസൂല് പറയണ്ടേ, നിന്റെ സമുദായത്തിൽ സുന്നികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു, ഓൾക്ക് ദീൻ എന്താന്ന് ശരിക്കും തിരിഞ്ഞില്ല. എന്റെ യഥാർത്ഥ ഉമ്മത്തായ മുജാഹിദീങ്ങൾ പറഞ്ഞിട്ട് കേട്ടതുമില്ല. അത് ഓൾ എന്നെ വിളിച്ചപ്പോ ഞാൻ ആകപ്പാട് ഒരു ആരാധിക്കപ്പെട്ട മനുഷ്യനായി തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ കാര്യം ഇവിടെ കഷ്ടത്തില്ല എന്നാണ് റസൂല് പറയുന്നത്. അള്ളാന്റെ ഹബീബിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് ക്രിസ്ത്യാനികൾ യേശുവെ രക്ഷിക്കണേ എന്ന് പറയുന്നതും തുല്യമാണെന്ന് പറയുന്നവർ തുല്യമല്ലാതെ പരലോകത്താണ് ബോധ്യപ്പെടും. ഈസാ നബിന്റെ അടുത്ത് ഈസാ നബി പറയും, ഇനി വിറ്റുമീൻ ദൂരില്ല, റസൂലുള്ളാഹിന്റെ അടുത്ത് പറയില്ല. ഞാനിപ്പോ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മഹാത്മാക്കളെ കുറിച്ചുള്ള പഠനം യഥാർത്ഥ രീതിയിൽ പഠിച്ചാൽ ഈ തെറ്റിദ്ധാരണകളൊന്നും നമുക്ക് വരില്ല. അവിടെ സൃഷ്ടിപൂജകളൊന്നും നടക്കുന്നില്ല. പിന്നെ മക്ബറകളിൽ നടക്കുന്ന, ഞാൻ ഉമ്മമാരുടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു വരുത്താണ്. എന്ത്? നിങ്ങൾക്ക് പള്ളിക്ക് വരണം, പുണ്യമില്ല, വീട്ടിൽ നിന്ന് കരിച്ചാൽ മതി. ബുയൂത്തുകുന്ന ഖൈറുല്ല. എന്നാ ആഴ്ചക്ക് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഒന്നും പോകാത്ത താത്താരിപ്പ് ഒരു പുതിയ സംസ്കാരം തുടങ്ങിയിരിക്കുന്നത്. അതെന്താ? ആ സംസ്കാരം ഈദ്ഗാഹിന് പോകുക. അതെന്താ? അത് അങ്ങനെയാണ്. പെരുന്നാൾക്ക് ഇരിക്കാൻ പോകേണ്ടെന്ന് ആരോ ചൊല്ലി പഠിപ്പിച്ചൊരു മസല. ഈ കേരളത്തിലൊന്നും ഒരു ഈദ്ഗാഹ് എവിടെയില്ല. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് മുസ്ലിമീങ്ങൾ ഒഴിച്ചിടപ്പെടുന്ന സ്ഥലമാണത്. ഇവിടെ ഏതെങ്കിലും പിന്നെ മതസംഘടനകൾ ഈദ്ഗാഹ് എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ബോർഡോ ഒരു ബാനറോ കെട്ടിയത് ഈദ്ഗാഹ് ആകുന്നില്ല. അത് വേറെ. ഞാനിപ്പോ അത് പറയല്ലേ, ഞാൻ പറയുന്നത് ഉമ്മമാരോട്, സഹോദരിമാരോട്, നിങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ ഒരു പുണ്യമില്ല. എന്തേ കാരണം? ഖൈറു മസാജിദി നിസാഇ കഅറു ബുയൂതിഹിന്ന. പെണ്ണിന്റെ ഉത്തമമായ പള്ളി എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിലുള്ള പ്രൈവറ്റ് റൂമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിങ്ങൾക്ക് മക്ബറയിലേക്ക് പോകാം, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാം, പുണ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള കാര്യം മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാം, അതിൽ തെറ്റുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അതെന്താ? എല്ലാറ്റിലും നമുക്ക് മാതൃക പൂർവികരായിരിക്കണം. സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ആയിഷ ബീവിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്കറിയില്ലേ, നമ്മുടെ ഉമ്മാമ്മയില്ലേ? ആ ആയിഷ ബീവി ഖബർ സിയാറത്തിന് പോയി. ആയിഷ ബീവി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിന് പോയി. ആയിഷ ബീവിന്റെ വീട്ടിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രണ്ടാമത്തെ ഒരു ഖബർ അവിടെ വന്നു. അതാരുടെ ഖബറാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ആയിഷ ബീവി പോകും. മൂന്നാമത്തെ ഒരു ഖബറും അവിടെ വന്നു. അതാരുടെ ഖബറാ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബറാണ്. ആയിഷ ബീവി പഴയതുപോലെ പോയില്ല. പരിപൂർണമായ ഹിജാബ് പാലിച്ചാ പോയത്. ഇന്ന് ഒരു പുതിയ സംസ്കാരം. ഈ കല്യാണമൊക്കെ കഴിച്ച ആദ്യത്തെ പോക്ക് കൊടുക്കുക നിങ്ങൾ മക്ബറയ്ക്ക. മമ്പുറത്തൊക്കെ കൂടുതൽ കാണാൻ കഴിയും. അവിടെ ഊരിലുണ്ട്, കുറവൊന്നുമില്ല, പലയിടത്തും.
ഹണിമൂൺ ആഘോഷിച്ച് കല്യാണം കഴിഞ്ഞതല്ലേ. അപ്പൊ ചെക്കനും പെണ്ണും കൂടി ഒന്ന് മക്കാമ് പോകും. എന്നിട്ട് സുബ്ഹാനല്ലാഹ് പെണ്ണിന്റെ തല മറച്ചുക്കണോ മര്യാദക്ക്? ഓളിങ്ങനെ ഷാള് എട്ടുകാലിന്റെ ബലമാതിരി സാധനം കൗത്തിലിട്ട് ഇതിങ്ങനെ അല്ലോ മൂല്യേരി എന്താ തലീക്കിടല്. അല്ലോ മൂല്യേർക്ക് വേണ്ടിയിട്ടപ്പോ അതൊക്കെ മറക്കാം. എന്നിട്ടാണ് മക്ബറയ്ക്ക് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, CM-ന്റെ ഹയാത്ത് കാലത്ത് ഓരോരുത്തേക്ക് എങ്ങനെയാ പോകലുള്ളതെങ്കിൽ അതേപോലെ പോകാൻ പാടും. പരിപൂർണ ഹിജാബ് വേണം പ്രിയപ്പെട്ട ഉമ്മമാരെ. നിങ്ങൾ ആലോചിച്ചു നോക്കാം. പക്ഷെ ഇന്ന് മക്ബറകളിലൊക്കെ വളരെ കുത്തടിഞ്ഞ സംസ്കാരം. ഇതൊക്കെ തുറന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ അയാൾ എന്തോ ഒരു പുതിയ പുത്തമ്പാതി അയക്കുന്ന പറയാം. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ ചില മക്ബറകളിലൊക്കെ അവരുണ്ടാവും ഒരു കൊടി വീശാൻ ഒരാളുണ്ടാവും. എന്നിട്ട് ഈ തല മറക്കാത്ത വന്ന പെണ്ണുണ്ടാവും അവിടെ. അത്ര കൊള കുപ്പായത്തിന്റെ ഇറക്കുണ്ടാവുള്ളൂ. ഇവിടുന്നൊക്കെ പുറമ്പോക്ക് ഭൂമിയാ. എന്നിട്ട് ഓൾക്ക് ഈ കൊടി എടുത്തിട്ട് ഇങ്ങനെ മക്കാമത്തെ കൊടി എടുത്തിട്ട് എന്ത് ആര് ഈ പെണ്ണിനെ വടി എടുത്ത് 2 കൊടുത്തിട്ട് പോയി താത്ത തല മറച്ചു വരുന്ന. എന്നിട്ട് മതി ബർക്കത്ത് ഹോൾസെയിലിൽ കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്ത് ബർക്കത്ത് ഉദ്ദേശിച്ചിട്ട് ഈ താത്താൻ അങ്ങോട്ട് പോണത്. ഞാൻ എന്റെ സദസ്സിൽ വന്ന ഉമ്മമാരെ ഞാൻ ആക്ഷേപിക്കുകയല്ല. ഉമ്മ സൂക്ഷിക്കണേ, നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. മഖാമുകളിൽ നിങ്ങൾക്ക് പോകാം, ബറക്കത്ത് നിങ്ങൾക്ക് തേടാം. പക്ഷേ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോഴുള്ള മാനദണ്ഡമുണ്ടല്ലോ, ശരീരം മുഴുക്ക മറക്കുക എന്ന മാനദണ്ഡം. സുബ്ഹാനല്ലാഹ്, ഉറൂസിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വയലിന്റെ സദസ്സായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റൂല. പല ഉറൂസുകളിലും ഇന്ന് പെണ്ണുങ്ങൾ അഴിഞ്ഞാടുകയാണെന്നുള്ള ഉത്തരവാദികളല്ല. പല സ്ഥലങ്ങളിലും ആനകളാ, ചന്തകളാ, മദ്ദളങ്ങളാ. അത് മാത്രമല്ല, മഹാത്മാക്കളുടെ മക്ബറ ഉറൂസിന്റെ മറവിലാണ് പലപ്പോഴും പല തോന്നിവാസങ്ങളും നടക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദികളല്ല. അവർക്ക് പൊരുത്തമില്ലാത്ത കാര്യമാണ്. ഏത് ലൈനിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ നിൽക്കുകയാണെങ്കിലും ഒരു പെണ്ണും അവളെ ശരീരം പുറത്ത് കാണിച്ചുകൂടാ. ഇസ്ലാമിൽ അങ്ങനൊരു വകുപ്പില്ല ഉമ്മ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നു, പരിശുദ്ധമായ റമദാനങ്ങ് വിട പറഞ്ഞതല്ലേ ഉള്ളൂ. ശവ്വാല് മാസം വിട പറഞ്ഞു തീർന്നിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സദസ്സിലും ഞാൻ എന്റെ സഹോദരിമാരെ ഉണർത്താറുള്ളൊരു വിഷയമാണ്. ഏതേത് ഹൈറായ മജ്‌ലിസുകളിലും ഉമ്മമാരെ സംഭാവനകൾ എത്രയാ, കടപ്പെട്ട സംഭാവനകൾ അവർ നൽകാറുള്ളത്. കൈകാലികളിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ട് മതസ്ഥാപനങ്ങളെ, മതപ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഉമ്മമാരാണ് പലപ്പോഴും നമ്മുടെ സഹോദരിമാര്. എന്നിട്ടും എന്തേ സഹോദരിമാരാണ് ഏറ്റവും അധികം നരകത്തിൽ? എന്തേ ഉമ്മ? അതിന്റെ കാരണം സഹോദരിമാരാണ് നരകത്തിൽ ഏറ്റവും കാണപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിവരിച്ചപ്പോ ഏത് പെണ്ണാണ് നരകത്തിലേക്ക് പോകുന്ന പെണ്ണ്? ഈ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ മതപ്രഭാഷണ വേദിയിൽ വന്നെത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നരകത്തിൽ കിടക്കുന്ന പെണ്ണിനെ വിശദീകരിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഉണർത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പെണ്ണേത് പെണ്ണാണെന്നറിയുമോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാ. ഏത് പെണ്ണാ നരകത്തിലേക്ക് പോകുന്നത്? ഈ മുജമ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയയിൽ ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് വന്ന് റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് കേൾക്കുന്ന കൊച്ചു പെണ്ണുങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ചിന്തിക്ക്. ആ പറയുന്ന സ്ത്രീ വിഭാഗത്തിൽ നീ പെട്ടിട്ടുണ്ടോ എന്ന് ഈ സദസ്സിൽ വന്ന ഒന്ന് ചിന്തിക്കണേ. നിങ്ങളുടെ പൊന്നുപോടാ പറയുന്ന വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഒരു കൂട്ടം പെണ്ണുങ്ങളാ നരകത്തിലേക്ക് പോകുന്നത്. കാസിയാത്തുൻ ആരിയാ. പേരിന് മാത്രം വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ് ആ പെണ്ണുങ്ങള്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും അവര് വെളിയിൽ കാണിച്ചിരിക്കുകയാണ്. തോന്നില്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ട് നിങ്ങൾ ശരിഞ്ഞും ചാഞ്ഞുമാ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലസ് 1-നും 10-ലും 9-ലും ഹയർ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ ഭൗതിക മറ്റ് കലാലയ ക്യാമ്പസുകളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾ യുവജനോത്സവങ്ങളിൽ
കലോത്സവങ്ങളിൽ പ്രായപൂർത്തി എത്തിയ അന്യ സ്ത്രീ പുരുഷന്മാർ ആടിക്കുഴയുന്നത് കാണുമ്പോ അഭിമാനിക്കുന്ന ഉപ്പാനിങ്ങളല്ലാതെ റസൂലിന്റെ വചനമൊന്ന് കേൾക്കണേ. ചെരിഞ്ഞും ചാഞ്ഞും നടക്കുന്ന പെണ്ണാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിയിൽ കാണിച്ച് അന്യ പുരുഷന്മാരെ വൈകാരികമായി ഇക്കിളിപ്പെടുത്തുന്ന വേഷം ധരിച്ചുകൊണ്ട് മാന്യതയില്ലാത്ത വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ആ പെണ്ണുങ്ങളുടെ തലമുടിയുണ്ടല്ലോ ചെരിഞ്ഞു കിടക്കുന്ന ഒട്ടകത്തിന്റെ പുര പോലെയാണ് അവരുടെ തലമുടിയാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗത്തും വെളിച്ചത്ത് ഒരു ഭാഗത്തും പല ഭാഗങ്ങളും വെളിയിൽ കാണിക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല സ്വർഗ്ഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് നിഷിദ്ധമാണെന്ന് ലോകത്തിന്റെ ഒരു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞതാ ആ പെണ്ണ് സ്വർഗ്ഗത്തിലില്ല എന്ന്. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് അവസാനമായ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ സദസ്സ് വിട്ടുപിരിയുമ്പോൾ ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂല് സ്വർഗ്ഗത്തിന്റെ വാസന പോലും കിട്ടൂല എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, വേഷം അതാണ് എല്ലാം. നിങ്ങളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അനിവാര്യമാണ്. പെണ്ണുങ്ങൾക്ക് ഇസ്ലാം ചില അച്ചടക്കം നിങ്ങൾ വെച്ചിട്ടുണ്ട്. ആ അച്ചടക്കത്തിന്റെ പരിധികളൊക്കെ ലംഘിച്ച് പെണ്ണ് വീട് വിട്ട് പുറത്തിറങ്ങിയപ്പോ ഇന്ന് പെണ്ണുങ്ങൾക്ക് എവിടെയും കയ്യേറ്റങ്ങൾ, എവിടെയും പീഡനങ്ങൾ, എവിടെയും അക്രമങ്ങൾ, എവിടെയും സ്വൈരമില്ലാത്ത ജീവിതങ്ങൾ. പരിഹാരം ഒന്നേ ഉള്ളൂ, ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചുള്ള വരവ് മാത്രം. അതല്ലാത്ത മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. ഓരോ കൊല്ലം കഴിയും തോറും ഈ അടിഞ്ഞാട്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല രീതികളിലായി, പല കോലങ്ങളിലായി, പല രൂപങ്ങളിലായി അത് നമ്മുടെ നാടുകളിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട ഉമ്മമാരാലോചിക്കണം. വഅലിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾക്ക് വരാം, വഅലിന്റെ മജ്ലിസുകളിലേക്ക് നിങ്ങൾക്ക് വരാം. പക്ഷേ ആ വരവും പരിപൂർണമായ അച്ചടക്കമായിരിക്കണം. ഖുർആൻ ക്ലാസ് പഠിക്കാൻ പോകുന്ന ചില സഹോദരിമാരെ എനിക്ക് കാണാൻ കഴിയും. പട്ടാ പകൽ പഠിക്കാൻ പോവുക ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിറയെ പെണ്ണ്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും എങ്ങനെങ്കിലും അത് വായിച്ചു എന്ന് വിചാരിച്ച് എനിക്കിട്ട് വലിയ ബേജാറുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കണ്ട കാഴ്ച ഞാൻ പറയാം. ബസ് മൊത്തം പെണ്ണ്, പിന്നിലെ സീറ്റിൽ വരെ പെണ്ണായിരിക്കും. സുബ്ഹാനല്ലാഹ്, പട്ടാ പകൽ. എന്നിട്ട് ഈ ഇതിന്റെ അടിയിൽ കൂടി കണ്ടക്ടർ പൈസയും തിരിഞ്ഞ് നടക്കുക. ഇപ്പോൾ എന്തിനാ പോണത്? ഖുർആൻ പഠിക്കാൻ. ഇങ്ങനെ ഖുർആൻ പഠിച്ചാൻ പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടച്ചോൻ പറഞ്ഞു നമ്മളോട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, നിർബന്ധമായ ഹജ്ജും ഉംറയും കഴിഞ്ഞാൽ പോലും സുന്നത്തായ ഉംറക്കാവട്ടെ, പരിശുദ്ധമായ ഹറമുകളിലേക്ക് പോകുന്നത് പോലും മഹറമില്ലാതെ പാടില്ല എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ വാക്താക്കളാണ് നമ്മൾ. ഒരു മതത്തിന്റെ വാക്താക്കളാണ് നമ്മൾ. പക്ഷേ ഇന്ന് ആ സമുദായത്തിലെ സഹോദരിമാർ പലതരത്തിലുള്ള പീഡനങ്ങൾ, പ്രയാസങ്ങൾ, കയ്യേറ്റങ്ങൾ, എല്ലാറ്റിന്റെയും കാരണം അതിർവരമ്പുകൾ നാം ലംഘിച്ചു എന്നത് തന്നെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ സഹോദരിമാരോട് പറയാം. നമ്മുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ പരിപൂർണമായ അച്ചടക്ക ബോധത്തോടെ വളർത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ്. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ പോലും, വിശുദ്ധ റമളാൻ മാസത്തിൽ പോലും അന്യ സമുദായക്കാരുടെ പുറകിൽ പോയ മുസ്ലിം പെൺകുട്ടികൾ ഈ കേരളത്തിലുണ്ട്. അറിയോ നിങ്ങൾ? മുസ്ലിം പെൺകുട്ടികൾ അന്യ സമുദായക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ. സുബ്ഹാനല്ലാഹ്, എങ്ങനെ കഴിയുന്നു? എങ്ങനെ കഴിയുന്നു? ഒരൽപ്പം കാലം കഴിയുമ്പോ ഒരുപക്ഷെ അവർ കോടതിയിൽ ഹാജരാകും. സ്വന്തം പെറ്റ തള്ളയെ നോക്കി, പോറ്റി വളർത്തിയ പിതാവിനെ നോക്കി ഈ മകൾ പറയുന്നത്, ഞാൻ അവരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എന്റെ കാമുകന്റെ കൂടെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇവന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് 10 മാസം കൊണ്ടു നടന്ന് വേദനയോടെ നൊന്ത് പ്രസവിച്ച സ്വന്തം പൊന്നുമോൾ ഉമ്മയുടെ മുഖത്ത് നോക്കി ഇത് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെ? മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ധാർമ്മികമായ ശിക്ഷണം, അച്ചടക്കം അതില്ല, അതിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാർ, കുട്ടികളെ വളർത്തുമ്പോൾ പരിപൂർണമായ നല്ല വേഷ സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കണം. ആവശ്യമില്ലാത്ത രംഗങ്ങൾ കുട്ടികൾ കാണുന്ന സംവിധാനങ്ങൾ വീടുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തിയില്ലെങ്കിൽ സീരിയലുകളിലുള്ളത് അഭിനയമാണെന്ന് തിരിച്ചറിയാൻ ഈ പെൺകുട്ടികൾക്കാവാതെ പോകുന്നു.
ജീവിതം അഭിനയമല്ല, അത് അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ, മാതാപിതാക്കളിൽ നിന്ന് പലതും കണ്ടും കേട്ടും പഠിക്കാൻ, ജീവിതത്തിലൂടെ പഠിക്കാൻ നമ്മുടെ മക്കൾക്കാവണം. ഏതാവട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ചിന്തയ്ക്കും ഒരു നല്ല ആലോചനകൾക്കും തുടക്കമായാൽ നമ്മുടെ ഈ സംസാരങ്ങളും നമ്മുടെ ഈ പ്രവർത്തനങ്ങളും എല്ലാം ധന്യമായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് മഹാനായ CM വലിയുല്ലാഹിയുടെ 25ാം ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് ഈ നടത്തപ്പെടുന്ന ഈ പരിപാടി അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നാം സംഗമിച്ചത്, ഇതിനെ സഹായിച്ചത്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അവരെ സഹായിക്കുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, മഹാൽമാക്കളെ പ്രിയം വെച്ച് ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, സാധുക്കളായി ഞങ്ങൾക്ക് ഈ സദസ്സ് കാരണത്താൽ ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ആരെല്ലാം ഈ സദസ്സിനെ സ്നേഹിച്ചവരുണ്ടോ, ആരെല്ലാം ഈ സദസ്സിനെ സഹായിച്ചവരുണ്ടോ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് സമാപന ദിവസത്തിലുള്ള അന്നദാനത്തിലേക്ക് മറ്റുമൊക്കെയായി ഭക്ഷണ സാധനങ്ങൾ വാഗ്ദാനം ചെയ്തവർ, അരി വാഗ്ദാനം ചെയ്തവർ, മറ്റു വസ്തുക്കൾ നൽകുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്കൊക്കെയുള്ള മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത ഒരു സഹോദരൻ, റബ്ബേ, ആ സഹോദരന് സ്വാലിഹീങ്ങളായ മക്കളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വാർദ്ധക്യ സമയത്താണ് റബ്ബേ നീ മക്കളെ നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന പലരും ഈ സദസ്സിലുണ്ടാകും. നീ അവരെ ഇനിയും പരീക്ഷിക്കല്ല അല്ലാഹ്. നീ സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതേപോലെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ വല്യുമ്മ ഈ സമയം ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ഉമ്മക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നേരത്തെ ഇവിടെ വായിച്ചു, ചെറിയ പി ഉസ്താദിന്റെ ഭാര്യ, പിതാവ് അല്ലെ, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നേരത്തെ വേറൊരു ഉസ്താദിന്റെ പേര് വായിച്ചു. അങ്ങനെ പലരും ഇന്ന് മരിച്ചവർ, കഴിഞ്ഞ ദിവസങ്ങളിലായി മരിച്ചവർ, ഈ മഹത്തായ സ്ഥാപനത്തെ ഈ രീതിയിൽ ഇവിടെ കെട്ടിപ്പടുക്കുന്നതിലെല്ലാം അഹോരാത്രം പരിശ്രമിച്ച പലരും ഇന്ന് പള്ളിക്കാടിലുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ കടപ്പാടുള്ള ആരെല്ലാം മരിച്ച ഖബറിലുണ്ടോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഖബർ വിശാലത നൽകണേ അല്ലാഹ്. ഖബറിൽ സൗഖ്യം നൽകണേ അല്ലാഹ്. അതേപോലെ ഒരു ചാക്ക് അരി, PP ഇമ്പീച്ചി എന്ന് പറയുന്ന സഹോദരൻ ഒരു ചാക്ക് അരി, അല്ലാഹുവേ, അദ്ദേഹത്തിന് പകരം സ്വർഗത്തിലെ ഭക്ഷണം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, പടച്ച റബ്ബേ, ആഖിറത്തിൽ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, സ്വർഗീയ ഭക്ഷണം പകരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്. ആഫത്ത്, ബലാ, മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. കേൾക്കുന്നത് മുഴുവനും ക്യാൻസർ രോഗങ്ങളാണ്. ഒരു വർഷത്തിൽ മാത്രം കേരളത്തിൽ 50,000-ൽ പരം ക്യാൻസർ രോഗികളാണ് വർദ്ധിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രതീക്ഷ മഹാത്മാക്കളിലാണ്, ഇതുപോലെയുള്ള സദസ്സുകളിലാണ്. ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സെക്കൻഡ് വരെ ഞങ്ങൾ അറിയാത്ത വിധം ഒരു ക്യാൻസറിന്റെ രോഗമാണ് ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പടച്ച റബ്ബേ, CMന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഈ പരിസരത്തുള്ള മഹാത്മാക്കളായ സാദാത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഈ മാസത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുടെ ബറക്കത്ത് കൊണ്ട്, ഫൈലത്തൂര് ബാവ ഉസ്താദ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു, അവരുടെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് മഹാത്മാക്കൾ വിട്ടുപിരിഞ്ഞു, താജുൽ ഉലമ വിട്ടുപിരിഞ്ഞു, ഓരോ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയ ഈ കൈകൾ താഴ്ത്തുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ ശരീരത്തിൽ വല്ല ക്യാൻസറിന്റെ രോഗാണുക്കളും ഉണ്ടെങ്കിൽ നീ അവ നശിപ്പിച്ചു കളയണേ അല്ലാഹ്. നീ അവ നശിപ്പിച്ചു കളയണേ അല്ലാഹ്. പടച്ച റബ്ബേ, പ്രവാസ ലോകത്തിരുന്നു
വിദേശ നാടുകളിൽ നിന്നും ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ച പലരുമുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ ജോലികളിലും നീ ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഗൾഫിലാണോ, ഓൺലൈനിലൂടെ തന്നതാണ്, ഒരു ചാക്ക് അരി. അൽഹംദുലില്ലാ, അല്ലാഹു ആ സഹോദരന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അതേപോലെ അഹദ് TKC ഒരു ചാക്ക് അരി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി ലൈവായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇനിയും ഓൺലൈനിലൂടെയൊക്കെ സംഭാവനകൾ സ്പോൺസർ ചെയ്യാം. നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന ഇവിടെയുള്ള സദസ്സിൽ പ്രത്യേകം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. പ്രവാസികൾ ഒരുപാട് വിഷമങ്ങളിലാണ്. അബ്ദുൽ ബാരി TP, അബ്ദുൽ ബാരി PP ഒരു ചാക്ക് അരി അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ചാക്ക് അരിക്ക് ഒരു പക്ഷേ 2000 രൂപയേ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്, ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഞാൻ പിന്നെ ഈ സദസ്സിൽ വെച്ച് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം മഹാത്മാക്കളൊക്കെ വരുന്ന സദസ്സാണ്, ഞാനത് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എത്ര ചാക്ക് അരിന്റെ പരിപാടിയാണ്? അങ്ങനൊന്നുമില്ല, 10 ചാക്ക് ആയിക്കോട്ടെ. ബാക്കിയുള്ള നമ്മുടെ സ്ഥാപനത്തിലെ മുത്താലിമീങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പൊ എത്ര ചാക്കായി? ഞാൻ ആരെയും ഓൺലൈനിലൂടെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കുന്ന ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടാവും കേട്ടുകൊണ്ടിരിക്കുന്ന. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുള്ള മുത്താലിമീങ്ങളൊക്കെ മുൻനിർത്തി ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. വലിയ പ്രയാസങ്ങളുള്ളവരൊക്കെ വിദേശ നാടുകളിലുണ്ട്, ഇഖാമ ശരിയാവാത്തവർ, പല ബുദ്ധിമുട്ടുകളുള്ളവർ, ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന്, പിന്നെ കഴിയാത്ത വിധം പല കെണികളിൽപ്പെട്ടവരുണ്ട്, പല ബുദ്ധിമുട്ടുകളിൽ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, അങ്ങനെ പല വിഷമങ്ങളുള്ളവരുണ്ട്. അല്ലാഹു ഈ സദസ്സിലുള്ള ഇൽമു പഠിക്കണം മുത്തഅല്ലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾക്കും നീ എല്ലാവിധ സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, അതേപോലെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സമാപന ദിവസത്തിൽ വരുന്നവർക്കുള്ള അന്നദാനത്തിലേക്ക്, അതിനാണ് ഈ അരിയുള്ളത്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഒരു ചാക്ക് അരി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഒരു സദസ്സിൽ? അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. നല്ല ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മഹാനായ സിയമ്മിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാം. അല്ലാഹു ആ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ.